ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് അല്പം വ്യത്യസ്തമായ ഒരു കഥ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനൽ കഥ കേൾക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കഥ കേൾക്കുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കഥ കേൾക്കുക. എന്നാൽ കഥ പറയട്ടെ. ആവന്തിക രാത്രി ഏറെ വൈകിയാണ് സിറ്റിയിൽ എത്തിച്ചേർന്നത്. ഇന്നത്തെ രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു ഹോട്ടൽ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ എന്ത് ചെയ്യാം, അടുത്തെങ്ങും ഒരു ഹോട്ടലും അവൾക്ക് കണ്ടെത്താനായില്ല. വിജനമായി നീണ്ടുകിടക്കുന്ന ആ വഴിയിലൂടെ അവൾ മുന്നോട്ട് നടന്നു. കണ്ണിൽ കുത്തിക്കയറുന്ന ഇരുട്ട്, നിശബ്ദത നിറഞ്ഞ പരിസരം, ഇവ രണ്ടും ആവന്തിയെ വല്ലാതെ ഭയപ്പെടുത്തി. ഒരു പത്രപ്രവർത്തകയായ ആവന്തികയ്ക്ക് തന്റെ ജോലി ആവശ്യങ്ങൾക്കായി പാതിരാത്രി പോലും പല സ്ഥലത്തും ചുറ്റിത്തിരിയേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം വളരെ വ്യത്യസ്തവും വിജനവുമായിരുന്നു. ഉണങ്ങി വരണ്ടു കിടക്കുന്ന പുൽമേട്, വിരലിലെണ്ണാവുന്ന വീടുകൾ, നിശബ്ദവും ഭയാനകവുമായ അന്തരീക്ഷം. അവൾ ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ട് ഭാരമേറിയ ബാക്ക് പാക്ക് ചുമലിലേറ്റി പേടിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ആരോ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. ഏയ് നിൽക്കൂ, ഈ രാത്രിയിൽ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ആ ശബ്ദം കേട്ട് ആവന്തിക ഞെട്ടിപ്പിടഞ്ഞു പോയി. കാരണം ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ ആവന്തിക ആരെയും ആ പരിസരത്ത് കണ്ടില്ലായിരുന്നു. ഇത്ര പെട്ടെന്ന് ഈ വൃദ്ധ എവിടെ നിന്നാണ് വന്നത്? അങ്ങനെ ഓർത്തുകൊണ്ട് ആവന്തിക തന്റെ പിന്നിൽ നിൽക്കുന്ന വൃദ്ധയോട് പറഞ്ഞു, എനിക്ക് താമസിക്കാനായി ഒരു ഹോട്ടൽ അന്വേഷിക്കുകയായിരുന്നു. ദാ ഇപ്പോൾ തിരിച്ചുപോയ ആ ബസ്സിലാ ഞാൻ വന്നിറങ്ങിയത്. ഓ, നീ വന്നത് ഏറെ വൈകിയാണല്ലോ. ഈ സമയത്ത് ഒറ്റക്കൊരു യുവതി ഇങ്ങനെ റോട്ടിലൂടെ അലഞ്ഞു തിരിയുന്നത് ശരിയല്ല. ആവന്തിക വൃദ്ധയുടെ കുഴിഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒത്തിരി ദൂരത്ത് നിന്നാ ഞാൻ വരുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. നാളെ മുതൽ ജോലിയിൽ ജോയിൻ ചെയ്യണം. ബസ് കിട്ടിയത് താമസിച്ചായിരുന്നു. വൃദ്ധ ആവന്തികയുടെ ഒപ്പം ചേർന്ന് നടന്നു. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ താമസിക്കാം. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. നാളെ രാവിലെ തന്നെ നിനക്ക് നിന്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയും ചെയ്യാം. ആവന്തിക ഒന്നും മിണ്ടിയില്ല. വിജനമായ ആ സ്ഥലത്ത് അങ്ങനെ ഒരു വൃദ്ധയെ കണ്ടുമുട്ടിയതിൽ അവൾക്ക് ആശ്വാസം തോന്നി. അതുകൊണ്ട് തന്നെ അവൾ ആ വൃദ്ധയോടൊപ്പം നടന്നു. എന്തായാലും ഇന്നത്തെ രാത്രി ഈ സ്ത്രീയുടെ വീട്ടിൽ താമസിക്കാം. സ്ഥലം ശരിയല്ലെങ്കിൽ ഉടനെ തന്നെ തിരിച്ചു പോകാം. വൃദ്ധയോടൊപ്പം നടന്നു നീങ്ങിയപ്പോൾ ആവന്തികയുടെ മനസ്സിൽ പലവിധ ചിന്തകളായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീയോടൊപ്പം ആവന്തിക അവരുടെ വീട്ടിലെത്തിച്ചേർന്നു. വൃദ്ധയുടെ വീടിന്റെ മുൻവശത്തായി തന്നെ 3 റൂമുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും നടുക്കുള്ള മുറിയുടെ വാതിൽ വലിയൊരു പൂട്ട് കാണപ്പെട്ടു. താഴെ വളരെ വിചിത്രമായിരുന്നു. ഒത്തിരി പഴക്കമുള്ളതും ഭാരമുള്ളതുമായ ആ താഴിട്ട് പൂട്ടിയ വാതിൽ വർഷങ്ങളായി ആരും തുറക്കാത്തതുപോലെ കാണപ്പെട്ടു. ആ വൃദ്ധ ആവന്തികയ്ക്ക് താമസിക്കാനായി ആദ്യത്തെ മുറി തുറന്നു നൽകി. പക്ഷേ ആ സ്ത്രീ പല ആവർത്തി ആ അടഞ്ഞുകിടക്കുന്ന വാതിലിന് നേർക്ക് നോക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവർ ആ താഴിട്ട് പൂട്ടിയ വാതിലിന് നേർക്ക് നോക്കിക്കൊണ്ട് ചുണ്ടിൽ വിരൽ ചേർത്ത് ആരോടോ മിണ്ടാതിരിക്കുവാനായി ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മാത്രം കാണാൻ കഴിയുന്ന എന്തോ ഒന്ന് അവിടെ ഉള്ളതുപോലെയായിരുന്നു അവരുടെ ഓരോ പെരുമാറ്റവും. ആവന്തിയെ സംശയിച്ചുകൊണ്ട് തനിക്കായി തുറന്നു തന്ന മുറിയിലേക്ക് നടന്നു. അവൾ അകത്ത് കയറിയ ഉടനെ ആ സ്ത്രീ അവളുടെ മുറിയുടെ വാതിലടച്ചു. ആ സമയം മുറിയുടെ പുറത്ത് ആരോ ഒരാൾ ചിരിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം അവൾ കേട്ടു. ആവന്തിക മുറിയിലാകെ കണ്ണോടിച്ചു. ആ വലിയ മുറിക്ക് ഒരേ ഒരു ജനാലയേ ഉണ്ടായിരുന്നുള്ളൂ. അവളത് പാതി തുറന്നു. തുറന്ന ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ ആവന്തികയുടെ കണ്ണുകൾ മിഴിഞ്ഞിരുന്നു പോയി. കാരണം ആ ജനലിന് നേർക്ക് കുറച്ചകലെയായി ഒരു ശ്മശാനം കാണാമായിരുന്നു. വീടിനും ശ്മശാനത്തിനും നടുവിലായി ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റിന്റെ അരണ്ട പ്രകാശത്തിൽ ശ്മശാനത്തിലെ ശവക്കലറുകളുടെ കാഴ്ച അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതി ഉണർത്തി. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അങ്ങനെയൊരു ശ്മശാനം അവൾ കണ്ടിരുന്നില്ല. ചിന്തകൾ കാട് കയറി തുടങ്ങിയപ്പോഴേക്കും മുറിക്ക് പുറത്തുനിന്ന് വീണ്ടും ആ ചിരിശബ്ദം കേൾക്കാൻ തുടങ്ങി. ആവന്തിക ഉടനെ ആ ജനാലകൾ അടച്ചു. ഏറെ ദൂരം യാത്ര ചെയ്തതിനാൽ അവൾ ആകെ തളർന്നിരുന്നു. ബെഡിലേക്ക് കിടന്നതേയുള്ളൂ. അപ്പോഴേ അവൾ ഉറങ്ങിപ്പോയി. ഏതോ ഒരു അദൃശ്യ ശക്തി ആവന്തികയുടെ ആ മുറിയിൽ ഉണ്ടായിരുന്നു. അവൾ ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീണ ഉടനെ ആരോ അവളുടെ കാലുകൾ തൊട്ട് തലോടി. നന്നേ തണുപ്പുള്ള
ഒരു കൈത്തലം അവളുടെ ദേഹത്ത് പരതി നടക്കുന്നത് പോലെ അവൾക്ക് തോന്നിപ്പോയി. ആ തണുപ്പൻ സ്പർശനമേറ്റ് അവൾ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. ആ സമയം പുറത്തെ മുറിയിൽ നിന്ന് എന്തെല്ലാമോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെയോ തമ്മിൽ സംസാരിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. ബെഡിൽ എഴുന്നേറ്റിരുന്ന ആവന്തികയുടെ നോട്ടം യാഥാർത്ഥികമായി മുറിയിലെ നീല അലമാരയുടെ കണ്ണാടിയിൽ പതിഞ്ഞു. മുഖത്ത് നനഞ്ഞ മണ്ണ് പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവളുടെ നെറ്റി ചുളിഞ്ഞു. പരിഭ്രമത്തോടെ അവൾ തന്റെ കാലിലേക്കും ഡ്രസ്സിലേക്കും നോക്കി. ഇട്ടിരുന്ന തുണിയിലും നനഞ്ഞ മണ്ണ് കാണപ്പെട്ടു. സംശയത്തോടെ ആവന്തിക ആ മുറിയുടെ വാതിൽ നേർക്ക് നടന്നു. വളരെ പതുക്കെ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. പുറത്ത് വരാന്തയുടെ അരികത്തായി ആ വൃദ്ധയായ സ്ത്രീ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ആവന്തിക വാതിലടച്ച് ബെഡിൽ വന്നിരുന്നു. ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ, കൂടാതെ ഒത്തിരി നടക്കുകയും ചെയ്തു. അപ്പോഴെങ്ങാനും ദേഹത്ത് മണ്ണ് പറ്റിയതായിരിക്കാം. പരിചയമില്ലാത്ത പുതിയൊരു സ്ഥലമല്ലയോ, എല്ലാം തന്റെ തോന്നലായിരിക്കാം. ആവന്തിക തന്റെ ശരീരത്തും തുണിയിലുമായി പറ്റിപ്പിടിച്ചിരുന്ന ആ നനഞ്ഞ മണ്ണ് തുടച്ചു മാറ്റിയതിനു ശേഷം വീണ്ടും കിടന്നു. അടുത്ത ദിവസം എണീറ്റ ഉടനെ കുളിച്ച് ഫ്രഷായി ആവന്തിക വൃദ്ധയുടെ അടുത്തെത്തി. താമസം മാറുന്നതിനെപ്പറ്റി പറഞ്ഞു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ സ്ത്രീ ആവന്തികയോടായി പറഞ്ഞു, ഞാൻ പുറത്തു പോവുകയാണ്. വൈകിട്ടേ തിരിച്ചു വരൂ. ഞാൻ എൻ്റെ വീട് അടച്ചിടാറില്ല. അടച്ചു പൂട്ടിയിടാൻ മാത്രം എൻ്റെ ഈ വീട്ടിൽ വിലപിടിപ്പുള്ള ഒന്നും തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം, പോകാം. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ വൃദ്ധ പുറത്തേക്ക് പോയി. എന്തായാലും താമസിക്കാനായി മറ്റൊരു സ്ഥലം കണ്ടെത്തുക തന്നെ വേണം. ഒരുപക്ഷെ ഇന്നതിന് സാധിച്ചില്ലെങ്കിൽ 1-2 ദിവസം ഇവിടെ താമസിക്കാം. അതിനുള്ളിൽ ഓഫീസിലെ ആരുടെയെങ്കിലും സഹായത്തോടെ ഒരു പുതിയ സ്ഥലം കണ്ടെത്താം. അന്നത്തെ ദിവസം ആവന്തിക ഉച്ചവരെ വർക്ക് ചെയ്തതിനു ശേഷം ഒരു സഹപ്രവർത്തകനോടൊപ്പം താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ചു നടന്നു. പക്ഷെ ഏറെ അലഞ്ഞിട്ടും ഒരു ഹോട്ടൽ മുറിയോ പേയിങ് ഗസ്റ്റായി താമസിക്കാൻ പറ്റിയ ഒരിടമോ ഒന്നും തന്നെ അവൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവസാനം പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചതിന് ശേഷം ആവന്തിക ആ വൃദ്ധയുടെ വീട്ടിലേക്ക് നടന്നു. ഏറെ നേരത്തെ അലച്ചിലിന് ശേഷം നന്നേ ഇരുട്ടിക്കഴിഞ്ഞാണ് അവൾ വൃദ്ധയുടെ വീട്ടിൽ എത്തിച്ചേർന്നത്. അവരുടെ വീടിന്റെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വാതിൽ പതുക്കെ തുറന്ന് അകത്തേക്ക് എത്തി നോക്കി. പക്ഷേ ആ വൃദ്ധ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലായിരുന്നു. ആ വീടിനകത്തേക്ക് കാല് വെച്ച ഉടനെ തന്നെ ആവന്തികയ്ക്ക് ഒരു വല്ലായ്മ തോന്നി തുടങ്ങി. ആ സമയം ആവന്തികയുടെ നോട്ടം വലിയ താഴിട്ടടച്ച ആ വാതിലിന് നേർക്കായിരുന്നു. രാവിലെ ആ സ്ത്രീ പറഞ്ഞ വാക്കുകളായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ. വൃദ്ധ പറഞ്ഞിരുന്നതാണല്ലോ അവരൊരിക്കലും ഈ വീട് അടച്ചിടാറില്ലെന്ന്. പക്ഷേ ഈയൊരു വാതിൽ മാത്രം ഇത്രയും വലിയൊരു താഴിട്ട് പൂട്ടിയിരിക്കുന്നത് എന്തിനാണ്? ആവന്തികയുടെ നോട്ടം ആ വാതിലിന് നേർക്കായിരുന്നു. ഏറെ നേരം മിഴികൾ അനക്കാതെ ഒരു പ്രതിമയെപ്പോലെ അവൾ ആ മുറിക്ക് പുറത്ത് അങ്ങനെ നിന്നു. ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ ആകർഷണ വലയത്തിൽ പെട്ടതുപോലെ അവൾ അനങ്ങാനാവാതെ അടഞ്ഞ ആ വാതിലിന് മുന്നിൽ നിശ്ചലം നിന്നു. ആരോ അകത്തിരുന്നുകൊണ്ട് തന്നെ അകത്തേക്ക് വിളിക്കുന്നത് പോലെയാണ് ആവന്തികയ്ക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടത്. അവൾ തന്റെ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നിലെ വാതിൽ കൂടി ആ സ്ത്രീ അകത്തേക്ക് പ്രവേശിച്ചു. നീ എന്താണ് നോക്കുന്നത്? വേഗം നീ നിന്റെ മുറിയിലേക്ക് പോകൂ. വൃദ്ധ ഒച്ചയെടുത്തപ്പോഴേക്കും ആവന്തിക ഭയന്നു പോയി. അവൾ വേഗം തന്നെ അവിടെ നിന്ന് അവളുടെ മുറിയിലേക്ക് പോയി. അവൾ ഏറെ നേരമായി ആ അടഞ്ഞ വാതിലിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആവന്തിക തന്റെ മുറിയിലെ വാതിൽ അകത്ത് നിന്ന് അടച്ചു. ഇന്നലെ മുറിയിൽ നിന്ന് മടങ്ങിയപ്പോൾ എങ്ങനെയാണോ അത് കിടന്നത് അതുപോലെ തന്നെ ആ മുറി അപ്പോഴും കാണപ്പെട്ടു. പക്ഷേ നീല അലമാരയിലെ കണ്ണാടിയുടെ ഒരു ഭാഗത്ത് കല്യാണ പട്ടുപോലെ തോന്നിക്കുന്ന ഒരു ചുവന്ന പുടവ തൂക്കിയിട്ടിരുന്നു. അപ്പോഴും മുറിക്ക് പുറത്തുനിന്ന് ആരോ ചിരിക്കുന്ന ശബ്ദം അവൾ കേട്ടു. പാതി ചാരിയിട്ട ആ ജനലിലേക്കായിരുന്നു അവളുടെ നോട്ടം പതിഞ്ഞത്. അകലെ കാണപ്പെട്ട ആ ശ്മശാനത്തിലെ ശവക്കല്ലറുകളുടെ കാഴ്ച അവളെ വല്ലാതെ അലോസരപ്പെടുത്തി. ഭയം കൊണ്ട് ആവന്തിക തന്റെ കണ്ണുകൾ അടച്ചു. ആ മുറിയിൽ കണ്ട എല്ലാ വസ്തുക്കളും അവളുടെ ഉള്ളിൽ ഭീതി ഉണർത്തി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ആ നിമിഷം അവൾക്ക് അവിടെ നിന്ന് ഓടിപ്പോകാനാണ് തോന്നിയത്.
ഉടനെ അവിടെ നിന്ന് പോകാൻ തന്നെ അവൾ തീരുമാനിച്ചുറപ്പിച്ചു. ആ സമയം തൊട്ടടുത്ത മുറിയിൽ നിന്ന് ആരോ പിറുപിറുക്കുന്ന മാതിരിയുള്ള ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ കഴിയുന്ന ഓരോരോ നിമിഷങ്ങളും തന്നിൽ എന്തെല്ലാമോ മാറ്റങ്ങൾ വരുന്നത് പോലെ അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. കഴിഞ്ഞ രാത്രിയിലും അസ്പഷ്ടമായ ശബ്ദത്തിൽ ആരോ എന്തെല്ലാമോ പറയുന്നത് പോലെ തോന്നിയപ്പോൾ അത് തന്റെ തോന്നലായിരിക്കുമെന്നാണ് അപ്പോൾ അവൾ കരുതിയത്. പക്ഷേ അത് വെറും തോന്നലായിരുന്നില്ല. ഇപ്പോൾ താൻ ഉറങ്ങുകയുമല്ല. എന്നിട്ടും അടുത്തുള്ള ആ മുറിയിൽ നിന്നും മുറിയുടെ പുറത്തുനിന്നും ആരുടെയോ പിറുപിറുക്കൽ കേൾക്കുന്നു. താനും ആ സ്ത്രീയെയും കൂടാതെ മറഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ ശക്തികൾ ഈ വീട്ടിലുണ്ട്. ആ ഒരു ഓർമ്മയിൽ തന്നെ ആവന്തിയുടെ ശരീരം വിറച്ചു തുടങ്ങി. അവൾ വീണ്ടും ആ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തി നോക്കി. പുറത്ത് ആ സ്ത്രീ അലമാരയുടെ മുന്നിൽ തൂക്കിയിട്ടിരുന്ന അതേ ചുവന്ന കല്യാണപ്പുടവയെടുത്ത് തറയിൽ കുത്തിയിരിക്കുന്നു. അവൾ തിരിഞ്ഞ് അലമാരയിലേക്ക് നോക്കി. കണ്ണാടിയുടെ മുന്നിൽ തൂക്കിയിരുന്ന ആ പുടവ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. ആവന്തിയുടെ കാലുകൾ നിലത്ത് കുത്താനാവാത്ത വിധം വിറച്ചു തുള്ളിപ്പോയി. പുറത്തു കുത്തിയിരുന്ന വൃദ്ധ ആരോട് സംസാരിക്കുകയാണ്. പക്ഷെ അവരുടെ മുന്നിൽ ആരും തന്നെ ഇല്ലായിരുന്നു. താൻ വന്നുപെട്ടിരിക്കുന്ന സ്ഥലം ശരിയല്ല. വേഗം ഇവിടെ നിന്ന് പുറത്തു കടക്കണം. അവൾ ഭയന്ന് വിറച്ച് ചുറ്റും നോക്കി. ഉടനെ തന്നെ ആവന്തിക പാതി തുറന്ന ആ മുറിയുടെ വാതിലടച്ചു. ബെഡിനെ താഴെ വെച്ചിരുന്ന തന്റെ ബാഗ് എടുത്ത് ചുമലിലേക്ക് തൂക്കാനായി തുടങ്ങിയ സമയം വാതിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് അവൾ ആകെ വിറച്ചുപോയി. ചുണ്ടുകൾ വിറകൊണ്ടു. തൊണ്ട ഉണങ്ങി വരണ്ടു. ഒന്ന് ശബ്ദിക്കാൻ പോലും അവൾക്കാകുന്നില്ലായിരുന്നു. വളരെ പതുക്കെ ആവന്തിക വാതിലിന്റെ അടുത്തേക്ക് നടന്നു. വാതിലിനോട് ചെവി ചേർത്ത് വെച്ച് അവൾ പുറത്തെ ശബ്ദം കേൾക്കാൻ ശ്രമിച്ചു. പുറത്ത് ഇത്തവണ നിശബ്ദത നിറഞ്ഞു. വളരെ പതുക്കെ അവൾ ആ വാതിൽ തുറന്നു. ആ വൃദ്ധ ചുമന്ന മംഗല്യപ്പട്ടിൽ പുറത്തു നിൽക്കുന്നു. ആ സ്ത്രീ ആവന്തിയെ കണ്ട ഉടനെ പറഞ്ഞു, നിനക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയില്ല. വൃദ്ധയുടെ വാക്കിൽ കേട്ട ആവന്തിയുടെ ഹൃദയം ഉച്ചത്തിലിടിക്കാൻ തുടങ്ങി. അവൾ തിടുക്കപ്പെട്ട് വേഗം തന്റെ മുറിയുടെ വാതിലടച്ചു. ആ സ്ത്രീക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന് പോകുവാൻ പോവുകയാണെന്ന്? അവന്തിയുടെ മനസ്സിൽ ആ ചോദ്യം ഉടക്കി നിന്നു. അവൾക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. ആ മുറിക്ക് ഒരു ജനലുണ്ടായിരുന്നു. പക്ഷേ അഴികളില്ലാത്ത ആ ജനൽ തുറക്കപ്പെട്ടിരുന്നത് നീണ്ടുകിടക്കുന്ന ഒരു ശ്മശാനത്തിന് നേർക്കാണ്. അവിടെ നിന്നാണ് ആരോ ചിരിക്കുന്ന ശബ്ദം അവൾ കഴിഞ്ഞ രാത്രി കേട്ടത്. മുറിക്ക് പുറത്ത് ആ വൃദ്ധ കുത്തിയിരിക്കുന്നുണ്ട്. കണ്ണുകൾ കുഴിഞ്ഞ് ചുളിവുകൾ നിറഞ്ഞ വൃദ്ധയുടെ മുഖം ഓർത്തപ്പോഴേ ആവന്തിയുടെ മനസ്സിൽ ഒരു പിടച്ചിലുണ്ടായി. ഏത് വഴിയാണ് ഒന്ന് പുറത്തു കടക്കുക? അടക്കാനാവാത്ത ഒരു ഭയം അവളെ പൊതിഞ്ഞു. സിറ്റിയിൽ നിന്ന് ഈ വീട് കുറച്ച് അകലെയാണ്. ചുറ്റുവട്ടത്തെങ്ങും മറ്റു വീടുകളില്ല. ഒന്ന് ഉറക്കെ കരഞ്ഞാൽ പോലും ആരും സഹായത്തിന് ഓടിയെത്തില്ല. എങ്കിലും അഴികളില്ലാത്ത ജനൽ കൂടി പുറത്തു ചാടാൻ തന്നെ അവൾ തീരുമാനിച്ചു. ആ സമയം പെട്ടെന്ന് ആ സ്ത്രീ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ ആ സ്ത്രീ അവളോട് ശബ്ദിക്കരുതെന്ന് ആംഗ്യം കാണിച്ചു. ശേഷം ആ മുറിയുടെ വാതിൽ ശക്തിയായി അടച്ചു. ആവന്തിക നിശബ്ദമായി ആ സ്ത്രീയെ തന്നെ തുറച്ചു നോക്കി. പേടിച്ചരണ്ടവൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി ആ മുറിയുടെ ഒരു കോണിൽ. അല്പനേരം കഴിഞ്ഞ് ആ സ്ത്രീ ആവന്തികയുടെ തൊട്ടടുത്ത് ചെന്ന് അവളുടെ തലയിൽ തലോടി. അവളെ ചേർത്ത് പിടിച്ച് അവർ ബെഡിനരികിൽ വന്നിരുന്നു. ആവന്തിക പേടിച്ച് വിറച്ച് കിടക്കയിലേക്ക് കിടന്നു. ആ വൃദ്ധയായ സ്ത്രീ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ അവൾ ചലിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. പേടിച്ചരണ്ട അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ വൃദ്ധ പറഞ്ഞു, നീ ഭയക്കാതിരിക്കൂ. നിനക്ക് ഒന്നും സംഭവിക്കില്ല. ഇവിടെ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ നിന്നിൽ ഭയമുളവാക്കിയിരിക്കുന്നു. ഞാൻ എല്ലാം നിന്നോട് പറയാം. ഇന്നലെ നീ കേട്ട ആ ചിരിശബ്ദം അത് ആരുടേതാണെന്നും രാത്രിയിൽ നിന്നെ സ്പർശിച്ചത് ആരാണെന്നും നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണെന്നും എനിക്കറിയാം. അത് മറ്റാരുമല്ല, എൻ്റെ മകനാണ്. അവനിപ്പോഴും ആ അടഞ്ഞ മുറിയിലുണ്ട്. ഞാൻ അവനിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താം. അടക്കാനാവാത്ത ഭയത്താൽ ആവന്തികയുടെ ശബ്ദം വിറച്ചു. വിറച്ച് അവൾ ചോദിച്ചു, അയാൾ എന്നെ എന്തിനു പിന്തുടരുന്നു? എന്തിനാണ് നിങ്ങളുടെ മകൻ എന്നെ ശല്യപ്പെടുത്തുന്നത്? വൃദ്ധ ആവന്തികയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്
എൻ്റെ മകൻ അനാവശ്യമായ ചില കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയി. ആഭിചാരക്രിയകൾ ചെയ്തിരുന്ന ഒരു കൂട്ടം യുവാക്കളിൽ ഒരുവനായി അവൻ മാറി. ഞാൻ അവനെ പല ആവർത്തി തടഞ്ഞെങ്കിലും അവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. ദാ അക്കാണുന്ന ശ്മശാനത്തിലായിരുന്നു അവർ അന്തി ഉറങ്ങിയിരുന്നത്. പൈശാചിക ശക്തികളെ സ്വന്തമാക്കാനായി അവർ പല തന്ത്രമന്ത്രങ്ങളും ചെയ്തിരുന്നു. മകനെ അക്കൂട്ടരുടെ കൂട്ടുകെട്ടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ പല പണികളും നോക്കിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. അവസാനമായി അവനെ ഈ കൂട്ടുകെട്ടിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ഞാൻ അവന് ഒരു വിവാഹം ആലോചിച്ചു. വിവാഹ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ ഈ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് പിന്മാറുമെന്ന് ഞാൻ വിചാരിച്ചു. നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി ഞാൻ അവൻ്റെ വിവാഹം നടത്തി. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അമാവാസിയിലെ ആ രാത്രി എത്തിച്ചേർന്നു. അന്ന് രാത്രി എൻ്റെ മകനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് ചില ആഭിചാര ക്രിയകൾ ചെയ്യാൻ ഒരുങ്ങി. ചെകുത്താനെ ആരാധിക്കുന്ന എൻ്റെ മകൻ പൈശാചിക ശക്തി കൈവരിക്കുവാനായി അന്നേ ദിവസം സ്വന്തം ഭാര്യയെ ബലി കൊടുക്കാനായി തീരുമാനിച്ചു. ഇരുട്ട് നിറഞ്ഞ ആ കറുത്ത രാത്രി എനിക്ക് ഇക്കാര്യങ്ങളെപ്പറ്റി യാതൊരു അറിവുമില്ലായിരുന്നു. എൻ്റെ മകനും അവൻ്റെ ആ സുഹൃത്തുക്കളും ചേർന്ന് എൻ്റെ മരുമകളെ ബോധം കെടുത്തി പാതിരാത്രി ആ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. എന്തോ ആ രാത്രി ഞാൻ ഞെട്ടി ഉണർന്നു. നടുക്കത്തെ മുറിയുടെ വാതില് ആ സമയം തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ പകച്ചുപോയി. മുറിക്ക് പുറത്തു നിന്ന് ഞാൻ രണ്ടുപേരെയും പല ആവർത്തി വിളിച്ചു. പക്ഷേ അകത്തുനിന്ന് ഒരു ഉത്തരവും വന്നില്ല. ആ സമയം എൻ്റെ മനസ്സിൽ ചില അപായ ചിന്തകൾ ഉണർന്നു. ഒട്ടും സമയം കളയാതെ ഞാൻ ശ്മശാനത്തിലേക്ക് ഓടിച്ചെന്നു. അവിടെ ഞാൻ കണ്ട കാഴ്ചകൾ എന്നെ നടുക്കിക്കളഞ്ഞു. അവരെല്ലാവരും ചേർന്ന് എൻ്റെ മരുമകളെ കൊല്ലാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് ആ പെൺകുട്ടിയെ അവരുടെ മുന്നിൽ നിന്ന് പിടിച്ചു മാറ്റി. എൻ്റെ മകൻ ഒരു ഭ്രാന്തനെ പോലെ അലറി. അവൻ്റെ കണ്ണുകൾ ചുവന്ന് ശബ്ദമാകെ മാറിയിരുന്നു. ആ ഒരു സമയം അവൻ എൻ്റെ മകനായിരുന്നില്ല, പകരം മറ്റാരോ ആയിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അവരുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ആ സ്ത്രീ എൻ്റെ മകൻ്റെ ചങ്ങാതിമാരോടായി പറഞ്ഞു, നിങ്ങൾ ആരെ പ്രീതിപ്പെടുത്താനാണോ ഈ ബലി നൽകാൻ ഉദ്ദേശിച്ചത് അത് ഈ ഒരു രീതിയിലല്ല കൊടുക്കേണ്ടത്. ഇര സ്വയം ഇവിടേക്ക് എത്തിച്ചേരണം. അല്ലാതെ ഇരയെ ബലമായി പിടിച്ചുകൊണ്ട് വരികയല്ല വേണ്ടത്. ഇര സ്വയം ഇവിടേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ ചെകുത്താനെ നിങ്ങൾക്ക് പ്രീതിപ്പെടുത്താനാവുകയുള്ളൂ. ആ സ്ത്രീ പറഞ്ഞു നിർത്തിയ ഉടനെ എൻ്റെ മകൻ എന്നെ തുറിച്ചു നോക്കാൻ തുടങ്ങി. ആ സമയം എൻ്റെ മകൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുമായിരുന്നു. ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അല്ലെങ്കിലും എൻ്റെ മുന്നിൽ നിന്നത് എൻ്റെ മകനായിരുന്നില്ല. അവിടെ കിടന്ന ഒരു ഇരുമ്പ് ദണ്ടെടുത്ത് ഞാൻ അവൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. അത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ ചങ്ങാതിമാരെല്ലാം അവിടെ നിന്ന് എവിടേക്കോ ഓടിപ്പോയി. പക്ഷേ വെറും ഒരു സ്ത്രീയായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? എന്തൊക്കെയായാലും ഞാനൊരു അമ്മയല്ലേ. ഞാൻ എൻ്റെ മകൻ്റെ മൃതശരീരം അവിടെ നിന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവനെ ഞാൻ അവൻ്റെ മുറിയിൽ തന്നെ കുഴിച്ചിട്ടു. അടുത്ത ദിവസം എൻ്റെ മരുമകൾക്ക് ബോധം വന്നു. ഞാനവളെ അവളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി. അവളെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ഈ സംഭവങ്ങൾക്ക് ശേഷം ഈ വീട്ടിലേക്ക് ഞാൻ ആരെയും കയറ്റത്തില്ലായിരുന്നു. മരിച്ചിട്ടും എൻ്റെ മകൻ എന്നോട് സംസാരിക്കുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ കരുതി അതെല്ലാം എൻ്റെ തോന്നലാണെന്ന്. പക്ഷേ അതെൻ്റെ തോന്നലായിരുന്നില്ല. ഇന്നലെ നീ ഈ വീട്ടിൽ വന്ന് കയറിയ നിമിഷം എൻ്റെ മകൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അവന് നിന്നെ വേണമെന്ന്. എന്ത് ചെയ്തിട്ടായാലും നിന്നെ അവന് വേണമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിച്ചു. അവൻ്റെ മുറിയിലേക്ക് നിന്നെ പറഞ്ഞു വിടാനായി അവൻ എന്നോട് യാചിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് എൻ്റെ മകൻ മരിച്ചിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിലെ ചെകുത്താൻ മരിച്ചിരുന്നില്ല. അത് ഇപ്പോഴുമുണ്ട് ആ മുറിയിൽ. ഇന്ന് നീ അവൻ്റെ മുറിയുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ആ സമയം അവൻ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു അവൻ ഏത് വിധേനയും നിന്നെ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുമെന്ന്. അതാ ഞാൻ നിന്നെ രക്ഷിക്കുവാനായി ഒരു വധുവിൻ്റെ വേഷത്തിൽ ആ മുറിക്ക് മുന്നിൽ പുറംതിരിഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിലും അവൻ നിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി. ആ വൃദ്ധയുടെ സംസാരം നിന്ന ഉടനെ പുറത്തുനിന്ന്
ആരോ ചിരിക്കാൻ തുടങ്ങി. കിളവി, ഇവൾ എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ ചെയ്തു. ഇനി ആ ഒരു സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമാണ് ബാക്കി. കരിമേഘങ്ങൾ ചന്ദ്രബിംബത്തെ മറക്കുമ്പോൾ ചുറ്റും അന്ധകാരം നിറയും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. ആ സമയം ഞാനവളെ കൊണ്ടുപോകും. നിങ്ങൾക്കെന്നെ തടയാനാവില്ല. ആ ശബ്ദം വരുന്നത് അടഞ്ഞുകിടക്കുന്ന മുറിയിൽ നിന്നാണെന്ന് ആ വൃദ്ധയ്ക്ക് അറിയാമായിരുന്നു. ഏതു നിമിഷവും തന്റെ ഹൃദയമിടിപ്പ് നിന്നു പോകുമെന്ന് അവന്തിക ഭയന്നു. വൃദ്ധ താഴിട്ട് പൂട്ടിയ മുറിക്ക് നേർക്കോടി. ശേഷം അവർ അവന്തികയോടായി പറഞ്ഞു, വേഗം നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളൂ. പക്ഷേ അവിടെ നിന്ന് പുറത്തു കടക്കാനായി ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആവന്തികയുടെ മുറിയിലെ ആ അഴികളില്ലാത്ത ജനൽ. അതിലൂടെ ഇറങ്ങിയാൽ ശ്മശാനത്തിന് നടുവിലൂടെ ഓടി നടവഴിയിലെത്താം. വൃദ്ധ ആവന്തികയുടെ ബാഗ് എടുത്ത് ജനലിന് പുറത്തേക്കിട്ടു. പുറത്തുനിന്ന് ആ ചെകുത്താന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഭയം കൊണ്ട് അവന്തികയുടെ ശരീരം വിറച്ചു തുടങ്ങി. ആ സമയം ആ സ്ത്രീ അവൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു, നീ വേഗം പുറത്തേക്ക് കടക്ക്. ഞാൻ ഏതു വിധേനയും അവനെ തടയാം. ഇതിനു മുമ്പും എനിക്ക് ആ ചെകുത്താനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നീ വേഗം തന്നെ ഇവിടെ നിന്ന് പോകൂ. ഒരുപക്ഷെ ഈ രാത്രി ചന്ദ്രബിംബത്തെ കറുത്ത മേഘങ്ങൾ മറച്ചാൽ എനിക്കിപ്പോഴും നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വൃദ്ധയുടെ വാക്കുകൾ കേട്ട് അവന്തിക അവസാനമായി ആ സ്ത്രീയെ കെട്ടിപ്പുണർന്നു. പിന്നീട് ജനലിലൂടെ പുറത്തേക്കിറങ്ങി ഓടി. ആ ഓട്ടത്തിനിടയിൽ അവളുടെ നോട്ടം ആകാശത്തിലേക്കായിരുന്നു. അപ്പോൾ ആകാശത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രബിംബത്തിന് അരികിലേക്ക് കരിമേഘങ്ങൾ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വേഗത്തിൽ മുന്നോട്ടോടി. ആ നശിച്ച വീട്ടിൽ നിന്ന് പുറത്തു കടന്നതിൽ അവൾക്ക് അല്പം ആശ്വാസം തോന്നി. ഓടുന്നതിനിടയിൽ അവന്തിക പിന്നിലേക്കൊന്ന് നോക്കി. തുറന്നു കിടക്കുന്ന ആ മുറിക്കകത്ത് നിന്ന് വൃദ്ധ അവളെ നോക്കി ചിരിക്കുകയായിരുന്നു. അതുകണ്ട് അവൾക്കൊരു വല്ലായ്മ തോന്നി. ഇവരെന്തിനാണ് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്? അവന്തിക അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് ഓട്ടം നിർത്തി. അവളിപ്പോൾ ശ്മശാനത്തിന്റെ ഒത്ത നടുവിൽ നിൽക്കുകയാണ്. അവളുടെ നോട്ടം ആ വൃദ്ധയിലേക്കായിരുന്നു. നോക്കി നിൽക്കെ ആ വൃദ്ധ കൺമുന്നിൽ നിന്ന് ഒരു പുകപടലം പോലെ മറഞ്ഞുപോയി. ആ സമയം അവൾക്ക് ചിലതെല്ലാം മനസ്സിലായി. മുറിയിൽ നിന്നത് വൃദ്ധയായിരുന്നില്ല, മറിച്ച് അത് ആ ചെകുത്താനായിരുന്നു. ഇതെല്ലാം ആ ചെകുത്താന്റെ അടവായിരുന്നു. ചെകുത്താൻ ആവന്തിയെ ശ്മശാനത്തിന്റെ ഒത്ത നടുവിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചിരുന്നു. ആ ഒരു കാര്യത്തിൽ ചെകുത്താൻ വിജയിച്ചിരിക്കുന്നു. ആവന്തിക അവിടെ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കി. കറുത്ത കട്ടിയുള്ള മേഘങ്ങൾ ആ സമയം ചന്ദ്രക്കലയെ മറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയത്താൽ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിറങ്ങി. ചുണ്ടു വിറച്ചു. ആവന്തിക മുന്നിലേക്ക് നോക്കി. എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടതുപോലെ ആ വൃദ്ധ അവളുടെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. വൃദ്ധ ആവന്തികയെ നോക്കി ഉച്ചത്തിൽ ചിരിച്ചു. ഇരുട്ടു നിറഞ്ഞ ശ്മശാനത്തിൽ നിന്ന് മറ്റൊരു ചിരിശബ്ദം കൂടി കേൾക്കുന്നുണ്ടായിരുന്നു. നീ കഥ ശ്രദ്ധിച്ച് കേട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിന്നോട്, ചെകുത്താനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ഇര സ്വയം അവന്റെ അടുത്തെത്തണം. നീ ഇപ്പോൾ അവന്റെ അടുത്തെത്തിയിരിക്കുന്നു. താഴിട്ടടച്ചു പൂട്ടിയ ആ മുറി ഇന്ന് തുറക്കപ്പെടും. ഇന്ന് തൊട്ട് എൻ്റെ മകൻ ആ മുറിയിൽ നിന്ന് മോചിതനാകും. അവൻ്റെ ആത്മാവ് സ്വതന്ത്രനാവും. ഞാനല്ല എൻ്റെ മകനെ കൊന്നത്, ആ പെണ്ണായിരുന്നു അവനെ കൊന്നത്. അവൻ്റെ ഭാര്യ, അതെ, അവളായിരുന്നു എൻ്റെ മകനെ കൊന്നത്. അന്ന് ഈ ശ്മശാനത്തിൽ നിന്ന് അവൾ ഓടിപ്പോയി. ഞാനവളെ തിരഞ്ഞു മടുത്തു. ഒരുപക്ഷെ അവൾ ഭയന്ന് മരിച്ചിരിക്കാം. അല്ലെങ്കിലും അവളിനി അറിഞ്ഞുകൊണ്ട് ഈ ശ്മശാനത്തിലേക്ക് ഒരിക്കലും സ്വയം തിരിച്ചു വരില്ല. നിന്നെ എനിക്ക് ഇവിടെ എത്തിക്കാൻ സാധിച്ചു. വൃദ്ധയുടെ വാക്കുകൾ കേട്ട് ആവന്തിക ഞെട്ടിവിറച്ചു. അവളുടെ കാലുകൾ മരച്ചു പോയിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും അവൾക്കാവുന്നില്ലായിരുന്നു. ആവന്തിക ഒരു വട്ടം കൂടി ആകാശത്തേക്ക് നോക്കി. ചന്ദ്രകല മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു. ചുറ്റുപാടും കനത്ത ഇരുട്ട് പടർന്നു. താഴിട്ടടച്ച ആ മുറിയുടെ വാതിലുകൾ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. ചെകുത്താന്റെ ഇര സ്വയം ചെകുത്താന്റെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. വർഷങ്ങളോളം ഉറങ്ങിക്കിടന്നിരുന്ന ചെകുത്താൻ ബലി സ്വീകരിച്ച് എന്നേക്കുമായി സ്വതന്ത്രനായി. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. സ്വതന്ത്രനായ ചെകുത്താൻ തന്റെ അടുത്ത ഇരക്കായി
കെണിയൊരുക്കി ആ വീട്ടിൽ കാത്തിരിപ്പ്. കഴിഞ്ഞിടക്കാണ് ശ്രീകാന്ത് തന്റെ ഭാര്യയോടൊപ്പം ഈ സിറ്റിയിലേക്ക് വന്നത്. ശ്രീകാന്ത് സിറ്റിയിൽ ജനിച്ചു വളർന്നതാണെങ്കിലും അവന്റെ ഭാര്യ അനുരാധ തനി നാട്ടിൻപുറത്തുകാരിയാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. ശ്രീകാന്ത് ഒരു എഞ്ചിനീയറാണ്. ഈ സിറ്റിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വലിയൊരു മാൾ ഉയർന്നു വരുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്തുന്നത് ശ്രീകാന്തിന്റെ മേൽനോട്ടത്തിലാണ്. വന്നപ്പോൾ മുതൽ ഒരു വാടക വീട് കണ്ടെത്തുവാനായി ശ്രീകാന്ത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു താമസ സ്ഥലം ഇതുവരേക്കും തരപ്പെട്ടില്ല. കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരെയല്ലാതെ ഒരു ഹോട്ടൽ റൂമിലാണ് ശ്രീകാന്തും അനുരാധയും ഇപ്പോൾ താമസിക്കുന്നത്. അന്നത്തെ ദിവസം ഒത്തിരി താമസിച്ചാണ് ശ്രീകാന്ത് ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങി വന്നത്. അവനെ കാത്തിരുന്ന് നേരം പോയത് അനുരാധ അറിഞ്ഞില്ല. ടേബിളിൽ മൂടി വെച്ചിരുന്ന ഡിന്നർ തണുത്തു പോയിരുന്നു. ടേബിളിനരികിലെ ചെയറിലിരുന്ന് അനുരാധ ഉറക്കം തൂങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഉച്ചത്തിലുള്ള ഡോർബെല്ല് കേട്ട് അനുരാധ ഞെട്ടി ഉണർന്നത്. അവൾ ഉണർന്ന ഉടനെ ക്ലോക്കിലേക്ക് നോക്കി. മണി 11:30 കഴിഞ്ഞിരിക്കുന്നു. അനു വേഗത്തിൽ മുറി തുറന്നു. നെറ്റിയിലെ വിയർപ്പുചാലുകൾ തുടച്ചുകൊണ്ട് ശ്രീകാന്ത് അകത്തേക്ക് കയറി. അയാൾ ആകെ ക്ഷീണിതനായിരുന്നു. ആഹാരം നന്നായി തണുത്തിരിക്കുന്നു. വേറെ ഓർഡർ ചെയ്യണോ? വേണ്ടനോ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. നിനക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ. അനുരാധയുടെ മുഖം വാടി. ശ്രീകാന്ത് കയ്യിലിരുന്ന ബാഗ് അലസമായി ടേബിളിലേക്ക് എറിഞ്ഞു. ഷൂ അഴിച്ചു മാറ്റി. വന്നപാടെ അയാൾ ബെഡിലേക്ക് മറിഞ്ഞു. ശ്രീ കുളിക്കുന്നില്ലേ? വന്നപാടെ തുണി പോലും മാറാതെ ഉറങ്ങുകയാണോ? കുളി നാളെയാകാം. മറ്റൊരു താമസ സ്ഥലം അന്വേഷിച്ച് ഞാൻ അലഞ്ഞ് അവശനായി. ഈ മഹാനഗരത്തിൽ നല്ലൊരു വാടക വീട് കിട്ടാനില്ല. 1-2 സ്ഥലം കണ്ടെങ്കിലും ഒത്തിരി ക്രൗഡായിട്ടുള്ള ഏരിയ ആയിരുന്നു അവ രണ്ടും. അതിലൊന്ന് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താ, മറ്റൊന്ന് ഒരു വെൽഡിംഗ് ഷോപ്പിനടുത്തും. 24 മണിക്കൂറും വല്ലാണ്ട് ബഹളമാണ് അവിടെ. വർക്ക് കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ മനസമാധാനമായി ഉറങ്ങാൻ പറ്റുന്ന ശാന്തമായ ഒരു സ്ഥലം. അത് സിറ്റിയിൽ നിന്ന് അല്പം മാറിയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയും ഒരു വീട് കിട്ടുന്നില്ല. ആ സംസാരത്തിനൊടുക്കം ശ്രീകാന്ത് ഉറക്കം പിടിച്ചു. പകലും മുഴുവനും ആ 4 ചുമരുകൾക്കുള്ളിലിരുന്ന് അനുരാധ മടുത്തു പോയിരുന്നു. ഒന്നും മിണ്ടാനും പറയാനും ആരുമില്ലാതെ ഇരുന്നും കിടന്നുമായിരുന്നു അവൾ സമയം ചിലവഴിച്ചിരുന്നത്. കുറെ സമയം ഫോൺ നോക്കി സമയം കളഞ്ഞിരുന്നെങ്കിലും വല്ലാത്തൊരു മടുപ്പാണ് അവൾക്കവിടെ അനുഭവപ്പെട്ടത്. ടേബിളിലിരുന്ന ഫുഡിൽ നിന്ന് അല്പം മാത്രം കഴിച്ചതിന് ശേഷം അവളും കിടന്നു. അടുത്ത ദിവസം നേരം വെളുത്തപ്പോഴേ ശ്രീകാന്ത് വർക്ക് സൈറ്റിലേക്ക് തിരിച്ചു. പതിവ് പോലെ അനുരാധ മുറിക്കുള്ളിലും ഒതുങ്ങിക്കൂടി. പക്ഷെ അന്ന് വൈകിട്ട് ശ്രീകാന്ത് നേരത്തെ ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങി വന്നു. വളരെ ഹാപ്പി ആയിരുന്നു അവൻ. അനു, ഒരു താമസസ്ഥലം ഒത്തു വന്നിട്ടുണ്ട്. സിറ്റിയിൽ നിന്ന് അല്പം മാറിയ സൈറ്റിൽ ജോലിക്ക് വന്നൊരു പയ്യനാ ആ സ്ഥലത്തെപ്പറ്റി പറഞ്ഞതേ. വീടിന്റെ ഓണറെ ഞാൻ പോയി കണ്ടിരുന്നു. അയാളുടെ വീട് ഇവിടെ നിന്ന് കുറച്ച് അകലെയാ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ആ വീട് പോയി കണ്ടു. വളരെ ശാന്തമായൊരു സ്ഥലത്താ വീട്. അടുത്തെങ്ങും മറ്റു വീടുകളൊന്നുമില്ല. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ആ വീട്ടിലുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോയാലോ? ഒരു തയ്യാറെടുപ്പുമില്ലാതെ എങ്ങനെയാ ശ്രീ ഇന്ന് തന്നെ അങ്ങോട്ട് പോവുക? അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. കുക്ക് ചെയ്യാനുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ ആ പയ്യനോട് പറഞ്ഞാൽ മതി, അവൻ വാങ്ങിച്ചു തരും. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. വൈകിട്ടത്തേക്കുള്ള ആഹാരം പാക്ക് ചെയ്ത് വാങ്ങിച്ച് ശ്രീകാന്ത് കാറിൽ അനുരാധയ്ക്കൊപ്പം ആ വീട്ടിലേക്ക് തിരിച്ചു. അനുരാധയുടെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൂട്ടിയതിനു ശേഷമാണ് അവർ ആ വീട്ടിലേക്ക് തിരിച്ചത്. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. കാർ സിറ്റിയിലെ തിരക്കിൽ നിന്ന് വിജനമായ ഒരു റോഡിലേക്ക് തിരിഞ്ഞു. വഴിവിളക്കുകൾ പോലും ഇല്ലാതെ ഇരുട്ട് കട്ട പിടിച്ചു കിടക്കുന്ന വഴി. അനുരാധ കാറിന്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കി. വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിൽ റോഡ് സൈഡിലെ കാഴ്ചകൾ കാണാമായിരുന്നു. വല്ലാത്തൊരു ശബ്ദത്തോടെ കാർ പെട്ടെന്ന് നിന്നു. കറുത്ത മെലിഞ്ഞ എന്തോ ഒന്ന് വണ്ടിക്ക് വട്ടം ചാടിയതാണ്. ഡ്രൈവർ റോഡിന്റെ ഇരുവശത്തേക്ക് നോക്കി. എന്തായിരുന്നു അത്? ആരാ വണ്ടിക്ക് കുറുകെ ചാടിയത്? ഡ്രൈവറിന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന ശ്രീകാന്ത് പുറത്തേക്ക് നോക്കിക്കൊണ്ട് പരിഭ്രമത്തോട് ചോദിച്ചു. എന്താണെന്ന് മനസ്സിലായില്ല. ദാ അക്കാണുന്ന മരത്തിന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് എന്തോ വണ്ടിക്ക് മുന്നിലേക്ക് പാഞ്ഞു വന്നതാ. ശ്രീകാന്ത് കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. തൊട്ടുപുറകെ ഡ്രൈവറും. രണ്ടാളും ചേർന്ന് കാറിന് ചുറ്റും നോക്കി. പ്രത്യേകിച്ചൊന്നും അവർക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. എന്നാലും ആ പാഞ്ഞു വന്നയാൾ ഇതെങ്ങോട്ട് പോയി?
അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡ്രൈവർ അല്പം കൂടി മുന്നോട്ട് നടന്നു. ആ സമയം അന്തരീക്ഷത്തിൽ അനേകം ചിറകടികളുടെ ശബ്ദം ഒന്നിച്ചു കേട്ടു. ഡ്രൈവർ ചെന്ന് നിന്ന ആ മരത്തിന് മുകളിൽ നിന്നായിരുന്നു ആ ശബ്ദങ്ങൾ ഉയർന്നു കേട്ടത്. കയ്യിലിരുന്ന ടോർച്ച് മുകളിലേക്ക് തെളിച്ചു നോക്കിയ അയാൾ അന്തം വിട്ടുപോയി. തൊട്ടുമുന്നിലെ മരത്തിൽ ഒരു ഇല പോലും കാണാത്ത വിധത്തിൽ നിറയെ കടവാവലുകൾ തൂങ്ങിയാടുന്നു. ഇതേത് കാട്ടുമുക്കിലാ സാറ് വീട് കണ്ടെത്തിയത്? ഈ വിജനമായ സ്ഥലം കണ്ടാലേ ഭയം തോന്നും. താൻ വർത്തമാനം പറഞ്ഞു നിൽക്കാതെ വണ്ടി എടുക്ക്. ഈ വാവലുകളായിരിക്കും കാറിന് കുറുകെ പാഞ്ഞു മാറിയത്. അനുരാധ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ആ മരത്തിലേക്ക് നോക്കി. കാറിന്റെ ശബ്ദം കേട്ടതുകൊണ്ടായിരിക്കാം അവ ഒച്ച വെച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും പറക്കുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അനുരാധ ആ മരത്തിലേക്ക് തന്നെ നോക്കി. ഡ്രൈവർ 2-3 ആവർത്തി ശ്രമിച്ചതിന് ശേഷമാണ് കാർ മുന്നോട്ട് നീങ്ങിയത്. കാർ ഓടിത്തുടങ്ങിയിട്ടും അനുരാധയുടെ നോട്ടം ആ മരത്തിലേക്കായിരുന്നു. നോക്കിയിരിക്കെ നന്നേ പ്രായമുള്ള ഒരു വൃദ്ധ കറുത്ത വലിയൊരു കുപ്പായം അണിഞ്ഞ് ആ മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് അവളെ നോക്കി ചിരിക്കുന്നതായിട്ട് അനുവിന് തോന്നിപ്പോയി. അനു സംശയത്തോടെ ആ മരച്ചുവട്ടിലേക്ക് നോക്കി. വൃദ്ധ അവിടെ തന്നെ നിൽപ്പുണ്ട്. അവരുടെ കുഴിഞ്ഞ കണ്ണുകൾ ഒരു കരിമ്പൂച്ചിയെപ്പോലെ ഇരുട്ടിൽ തിളങ്ങി. ശ്രീ, അങ്ങോട്ടേക്ക് നോക്ക്. ആ മരത്തിന് ചുവട്ടിൽ ഒരു വൃദ്ധ നിൽക്കുന്നുണ്ട്. അവരാണോ ഇനി നമ്മുടെ വണ്ടിക്ക് വട്ടം ചാടിയത്? ശ്രീകാന്ത് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കവിടെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. തനിക്ക് തോന്നിയതാവും. പിന്നീട് അനു ഒന്നും മിണ്ടിയില്ല. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഒച്ചയെടുക്കുന്നത് ശ്രീകാന്തിന്റെ ഒരു സ്വഭാവമാണ്. ആ മരം കണ്ണിൽ നിന്ന് മറയും വരെ അനു അങ്ങോട്ടേക്ക് തന്നെ നോക്കി. ആ വൃദ്ധ അവിടെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ വണ്ടി ഒരൊറ്റപ്പെട്ട വീടിന് മുന്നിൽ ചെന്ന് നിന്നു. ചുറ്റുപാടും കനത്ത ഇരുട്ട്. ശ്രീകാന്ത് വീടിന് മുന്നിലെ ലൈറ്റിട്ടു. വളരെ പഴക്കമുള്ള ഒരു വീട്. പക്ഷേ കേടുപാടുകളൊന്നും സംഭവിക്കാത്ത ഒരിടത്തരം വീടായിരുന്നു അത്. ഡിക്കിയിലും കാറിന്റെ പിൻസീറ്റിലും ഇരുന്ന സാധനങ്ങളെല്ലാം ഡ്രൈവർ ആ വീടിനിറയത്തേക്ക് എടുത്തു വെച്ചതിന് ശേഷം ടാക്സി വാടക മേടിച്ച് പോക്കറ്റിലിട്ട് അയാൾ ശ്രീകാന്തിനോടായി പറഞ്ഞു. ഇതെന്തൊരു സ്ഥലമാണ് സാറേ. അടുത്തെങ്ങും അധികം വീടുകളൊന്നുമില്ല. ഇങ്ങോട്ടേക്കുള്ള വഴിയും തീരെ മോശമാണ്. ഈ സിറ്റിയിൽ ഇങ്ങനെയൊരു വീടെങ്കിലും തരപ്പെടുത്തി എടുക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. ഡ്രൈവർ പിന്നെ ഒന്നും മിണ്ടിയില്ല. അയാൾ വണ്ടി സ്റ്റാർട്ടാക്കി തിരിച്ചുപോയി. അനുരാധ ആ വീട് ആകമാനം ചുറ്റിക്കാണുകയായിരുന്നു. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് ചെന്നാൽ നീളനൊരു വരാന്ത. അതിനരികിൽ നിരന്ന് കാണുന്ന 3 മുറികൾ. ആ 3 മുറികൾക്ക് സൈഡിലായി വീതി കുറഞ്ഞ ഒരു ഇടനാഴി. അത് ചെന്ന് ചേരുന്നത് കിച്ചണിലേക്കാണ്. അതിനപ്പുറം വീണ്ടും 2 മുറികൾ. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തൽക്കാലം ഒരു മുറിയിൽ ഒതുക്കി വെച്ചതിന് ശേഷം അനുരാധ ശ്രീകാന്തിനോടൊപ്പം ചെന്നു. മുൻവശത്തെ 3 മുറികളിൽ ഏറ്റവും നടുക്കായി കണ്ട ആ വലിയ മുറി. ആ മുറിയുടെ ഡോറിൽ തൂക്കിയിരുന്ന താഴും താക്കോലും വളരെ വലുതായിരുന്നു. ചിത്രപ്പണികൾ നിറഞ്ഞതും പിത്തളയിൽ തീർത്ത കൊത്തുപണികൾ കൊണ്ടും ആ വാതിൽപ്പാളി വളരെ മനോഹരമായിരുന്നു. ശ്രീകാന്ത് വളരെ സൂക്ഷിച്ച് കയ്യിലിരുന്ന താക്കോല് കൊണ്ട് ആ താഴ് തുറക്കാനായി ശ്രമിച്ചു. വലിയ ശബ്ദത്തോടെ ആ വാതിൽ തുറക്കപ്പെട്ടു. ശ്രീകാന്തിന്റെ തൊട്ട് പിന്നാലെ അനുരാധ ആ മുറിയിലേക്ക് കയറി. ആ മുറിയിലേക്ക് പ്രവേശിച്ച ഉടനെ അവൾക്ക് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു തണുപ്പ് അവളുടെ ശരീരത്തെ പൊതിഞ്ഞു. കൊത്തുപണികൾ നിറഞ്ഞ വലിയൊരു കട്ടിൽ. അതിന് ചുറ്റും തൂക്കിയിരുന്ന കൊതുകുവല പൊടി പിടിച്ചതായിരുന്നു. മുറിയുടെ കോണുകളിൽ മാറാലകൾ പിടിച്ചിരുന്നു. വീടിന്റെ എല്ലാ ഭാഗത്തുമുള്ള നിർമ്മാണ പണികൾ പഴമയെ വിളിച്ചറിയിക്കുന്നതായിരുന്നു. പക്ഷേ ആ വലിയ മുറിയുടെ തിണ്ണ മാത്രം മുന്തിയ ഇനം ടൈല് പാകിയതായിരുന്നു. ശ്രീകാന്ത് കട്ടിലിന് മുകളിൽ തൂക്കിയിരുന്ന പൊടി പിടിച്ച കൊതുകുവല എടുത്ത് മാറ്റിയതിനു ശേഷം പുതിയ വിരിപ്പുകൾ വിരിച്ചു. കുറച്ചു സമയം കൊണ്ട് തന്നെ അനുരാധ ആ മുറി മാത്രം വൃത്തിയാക്കിയെടുത്തു. രാത്രിയിലേക്ക് കഴിക്കാനായി വാങ്ങിച്ചു കൊണ്ടുവന്ന ആ ആഹാരം കഴിച്ചതിന് ശേഷം രണ്ടാളും കിടന്നു. അനു, നിനക്ക് ഈ വീട് ഇഷ്ടമായോ? ശ്രീകാന്തിന്റെ ചോദ്യത്തിന് ഒരു മറുപടിയും അനു പറഞ്ഞില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ശ്രീ എന്നോട് ദേഷ്യപ്പെടില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ രാത്രിയിൽ വന്ന് കയറിയതുകൊണ്ടാവാം ഈ വീടും പരിസരവും എനിക്ക് നന്നായി കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും കണ്ട അത്രയും ഭാഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എന്തെല്ലാമോ നിഗൂഢതകൾ ഈ വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. കൂടാതെ
വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ വീടിന്റെ നിർമ്മാണവും ശരിയല്ല. നെഗറ്റീവ് എനർജികളുടെ സാമീപ്യവും ഇവിടെ അറിയാനുണ്ട്. എന്റെ അനു, നിന്റെ ഈ സംസാരമൊന്ന് നിർത്താമോ? എത്ര അന്വേഷിച്ചിട്ടാ ഈ വീട് കിട്ടിയത്? അല്പം പഴയതാണെങ്കിലും ഈ വീട്ടിൽ യാതൊരു അസൗകര്യവുമില്ല. ഇനി നിനക്കിവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിന്നെ നാട്ടിൽ കൊണ്ടുവന്നാക്കാം. ശ്രീ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി ഇതും പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടണ്ട. അനുരാധയോട് പിണങ്ങി ശ്രീകാന്ത് തിരിഞ്ഞു കിടന്നു. ആ രാത്രി അനുരാധയ്ക്ക് ഉറങ്ങാനേ കഴിയുന്നില്ലായിരുന്നു. മുറിയിലെ ലൈറ്റ് അണച്ചിരുന്നതിനാൽ കണ്ണിന് മുന്നിൽ കനുത്ത ഇരുട്ട് തങ്ങി നിന്നു. ശ്രീകാന്ത് ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. അനു തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളും മെല്ലെ മെല്ലെ അടഞ്ഞു തുടങ്ങി. ആ സമയം തന്റെ ശരീരത്തിലുടനീളം തണുത്ത ഒരു കൈത്തലം പരതി നടക്കുന്നതായി അനുവിന് തോന്നി. അവൾ ഞെട്ടിപ്പിടഞ്ഞുണർന്നു. ലൈറ്റിട്ടു. ശ്രീകാന്ത് അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അനു കിതക്കുകയായിരുന്നു. അവളുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. തന്റെ ദേഹത്ത് പരതി നടന്ന ആ തണുത്ത കൈത്തലം ഒരു സ്വപ്നമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലായിരുന്നു. അനു കിടക്കയിൽ നിന്ന് എണീറ്റ് തടിയലമാരയുടെ നീളൻ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. പെട്ടെന്ന് മുറിയിൽ കത്തിക്കൊണ്ടിരുന്ന ആ ബൾബ് ഒന്ന് അണഞ്ഞു തെളിഞ്ഞു. ആ സമയം കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന തന്റെ മുന്നിലായി നിഴല് പോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് പാഞ്ഞു നീങ്ങിയതായി അവൾ തൊട്ടുമുന്നിലെ അലമാരയുടെ കണ്ണാടിയിൽ കണ്ടു. ഓരോ നിമിഷവും ഈ വീട് ശരിയല്ല എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. പുറത്ത് ആരോ പിറുപിറുക്കുന്ന ശബ്ദം. അനു ചെവി കൂർപ്പിച്ചു. അത് തന്റെ തോന്നലല്ല. അവൾ തന്റെ കൈത്തണ്ടയിൽ അമർത്തി നുള്ളി. വേദനിക്കുന്നുണ്ട്. ഇത് തന്റെ സ്വപ്നമോ തോന്നലോ ഒന്നുമല്ല. പുറത്ത് ആരോ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നു. അടക്കിപ്പിടിച്ച സംസാരം അകന്നകന്നു പോകുന്നു. അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ശ്രീകാന്ത് കിടക്കയിൽ ചുരുണ്ട് കൂടി കിടക്കുന്നു. ഒരുപക്ഷെ ഉറക്കത്തിനിടയിൽ ശ്രീകാന്തിനെ വിളിച്ചുണർത്തിയാൽ ശ്രീ വല്ലാതെ ദേഷ്യപ്പെടും. അങ്ങനെ ഓർത്തുകൊണ്ട് അനു മെല്ലെ മെല്ലെ ആ ഭീമൻ വാതിൽ തുറന്നു. എത്ര പതുക്കെ തുറന്നിട്ടും ആ വാതിൽ തുറന്നപ്പോൾ ശബ്ദമുണ്ടായി. അപ്പോഴേക്കും കിടക്കയിൽ ശ്രീകാന്ത് ഒന്നുകൂടി മറിഞ്ഞു തിരിഞ്ഞു കിടന്നു. അവൾ ശബ്ദമുണ്ടാക്കാതെ മുറിക്ക് പുറത്തു കടന്നു. വരാന്തയിലെ ഇരുട്ടിൽ കാറ്റുപോലെ എന്തോ ഒന്ന് മുന്നിൽ നിന്ന് പാഞ്ഞു നീങ്ങി. അനു വേഗം വരാന്തയിലെ ലൈറ്റ് തെളിച്ചു. ഇടനാഴിയുടെ അറ്റത്തെ അടുക്കള ഭാഗത്ത് നിന്ന് നേരത്തെ കേട്ട് അടക്കിപ്പിടിച്ചുള്ള പിറുപിറുക്കൽ ശബ്ദം ഇപ്പോൾ വളരെ വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. അവൾ ഭയത്തോടെ അങ്ങോട്ടേക്ക് നടന്നു. കിച്ചണിനടുത്തുള്ള മുറിയുടെ ജനലിന് പുറത്തു നിന്നാണ് ശബ്ദം വരുന്നത്. അനു വിറച്ച് വിറച്ച് കാലുകൾ മുന്നോട്ട് വെച്ചു. ആ മുറിയോട് അടുക്കും തോറും അടക്കിപ്പിടിച്ച് സംസാരിക്കുന്ന മാതിരിയുള്ള ആ ശബ്ദം ഉച്ചത്തിലായി കേട്ടു തുടങ്ങി. അനു വാതിൽ തുറന്ന് ആ മുറിയിലേക്ക് കടന്നു. ജനലിനോട് ചേർന്ന് നിന്ന് ആരാണ് സംസാരിക്കുന്നതെന്ന് അറിയാനുള്ള തിടുക്കത്തിൽ അവൾ ആ മുറിയുടെ ജനൽപ്പാളി ചെറുതായി തുറന്ന് പുറത്തേക്ക് നോക്കി. പുറത്തുനിന്ന് ആ സമയം വരെ കേട്ട ആ ശബ്ദം പെട്ടെന്ന് നിലച്ചു. പക്ഷേ ജനലിനപ്പുറം കുറച്ച് അകലെയായി കാണാവുന്ന ഒരു ശ്മശാനത്തിലേക്കാണ് അനുവിന്റെ നോട്ടം എത്തി നിന്നത്. ആ വീടിനും ശ്മശാനത്തിനും ഇടയ്ക്കായി ഒരു പഴയ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ അനു അത് ശ്രദ്ധിച്ചു. ശ്മശാനത്തിന്റെ ഒത്ത നടുവിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ശവക്കല്ലറയ്ക്ക് മുകളിലായി താൻ നേരത്തെ മരത്തിന് ചുവട്ടിൽ കണ്ട വൃദ്ധ നിൽക്കുന്നു. അവരുടെ നോട്ടം ആ ജനലിന് നേർക്കാണ്. അല്പനേരത്തേക്ക് തന്റെ തൊട്ടുപുറകിലായി ആരോ നിൽക്കുന്നത് പോലെ തോന്നിയ അനു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഇടനാഴിയിലും വരാന്തയിലുമായി എന്തോ ഒന്ന് കാറ്റുപോലെ പാഞ്ഞു നടക്കുന്നു. അനുരാധയ്ക്ക് തന്റെ ബോധം മറയുന്നത് പോലെ തോന്നി. അടഞ്ഞുപോയ കണ്ണുകളുടെ നോട്ടം ദൂരെയുള്ള ആ ശ്മശാനത്തിലെ കല്ലറയുടെ മുകളിലേക്കായിരുന്നു. ആ സ്ത്രീ കല്ലറയുടെ മുകളിൽ നിന്ന് അവളെ കൈകാട്ടി വിളിക്കുന്നു. മനസ്സില്ല മനസ്സോടെ മുന്നോട്ട് നീങ്ങിയ അനുരാധയ്ക്ക് അഴികളില്ലാത്ത ആ വലിയ ജനൽ ശ്മശാനം വരെ എത്താൻ ഒരു തടസ്സവുമായിരുന്നില്ല. അവൾ ജനലിൽ കൂടി പുറത്തേക്ക് കടക്കാൻ നോക്കിയ ആ നിമിഷം പിന്നിൽ നിന്ന് ആരോ വിളിച്ചു. അനുരാധ തിരിഞ്ഞു നോക്കി. ആ മുറിയുടെ വാതിലിനടുത്തായി ശ്രീകാന്ത് നിൽക്കുന്നു. അയാളുടെ മുഖത്ത് നിറഞ്ഞ ദേഷ്യം. ശ്രീകാന്തിനെ കണ്ടപ്പോൾ സ്ഥലകാലബോധം വീണ്ടു കിട്ടിയതുപോലെ അവൾ പിന്തിരിഞ്ഞ് അവന്റെ അടുത്തേക്ക് ഓടി. ഈ അസമയത്ത് നീ എന്തിനാ ആ ജനൽ വഴി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചത്? ശ്രീ, ഈ വീട് താമസിക്കാൻ കൊള്ളില്ല. നോക്കൂ,
ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു പഴയ ശ്മശാനമുണ്ട്. ആരോ പിറുപിറുക്കുന്ന ശബ്ദം കേട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തൊക്കെയോ നെഗറ്റീവ് ശക്തികൾ ഈ പരിസരത്തുണ്ട്. ആ കല്ലറയ്ക്ക് മുകളിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഇരിക്കുന്നുണ്ട്. അവരെന്നെ കൈകാട്ടി വിളിക്കുകയായിരുന്നു. കുറച്ചു നേരത്തേക്ക് എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ തോന്നിപ്പോയി. സ്റ്റോപ്പ് ഇറ്റ് അനുരാധ, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. നാട്ടിലെ ആ കാട്ടുമുക്കിൽ കിടന്ന് വളർന്ന നിനക്ക് ഇത്തരം കഥകൾ മെനഞ്ഞെടുക്കാൻ എളുപ്പമാ. മന്ത്രവാദവും ബാധയൊഴിപ്പിക്കലുമൊക്കെ നടത്താറുള്ള നിന്റെ അമ്മയാ നിന്റെ തലയിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചിരിക്കുന്നത്. നോൺസെൻസ്. വടിയെടുത്ത് അടിക്കുന്നതിനേക്കാളും വേദന ഉളവാക്കുന്നതായിരുന്നു ശ്രീകാന്തിന്റെ ആ വാക്കുകൾ. പുച്ഛത്തോടെയുള്ള അവന്റെ നോട്ടത്തിന് മുന്നിൽ അവൾ അനങ്ങാനാവാതെ നിന്നുപോയി. ഒരു പ്രതിമയെപ്പോലെ അനുരാധ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ശ്രീകാന്ത് വേഗത്തിൽ നടന്നു വന്ന് ആ മുറിയുടെ ജനലടച്ചു. എന്നിട്ട് അനുരാധയോടെ പറഞ്ഞു, ഈ ജനൽ നീ തുറക്കണ്ട. ഈ മുറിയിലേക്ക് വരേണ്ട ഒരാവശ്യവും നിനക്കില്ല. മരിച്ചു കഴിഞ്ഞാൽ ശ്മശാനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരും. അതുകൊണ്ട് ആ ഒരു സ്ഥലത്തെ ഇത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്തിനാ വടി പോലെ ഇവിടെ വന്ന് നിൽക്കുന്നത്? എനിക്ക് നാളെ ജോലിക്ക് പോകേണ്ടതാണ്. വന്ന് കിടക്കാൻ നോക്ക്. അയാൾ ദേഷ്യത്തോടെ കിടപ്പുമുറിയിലേക്ക് നടന്നു. പിന്നാലെ അനുവും. ക്ലോക്കിൽ മണി 1 എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ശ്രീകാന്ത് വീണ്ടും വന്നു കിടന്നു. അയാൾക്ക് പുറംതിരിഞ്ഞ് അനുവും. അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരാൽ തലയിണകൾ നനഞ്ഞു. അല്പം താമസിച്ചാണ് ശ്രീകാന്ത് അന്ന് ഉണർന്നത്. അനുരാധ പതിവിലും നേരത്തെ ഉണർന്നിരുന്നു. അയാൾക്ക് ആവശ്യമായതെല്ലാം ഡൈനിങ് ടേബിളിൽ നിരന്നിരുന്നു. കുളിച്ച് ഫ്രഷായി വന്ന ശ്രീകാന്ത് ഒരു ചൂളം അടിച്ചുകൊണ്ട് ചൂടേറിയ ലഞ്ച് ബോക്സ് തന്റെ ബാഗിലേക്ക് എടുത്തു വെച്ചു. മുന്നിലെ പ്ലേറ്റിൽ ചൂടേറിയ ദോശയും ചമ്മന്തിയും ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് അയാൾ അനുരാധയെ വിളിച്ചു. അനു സാരിത്തുമ്പിൽ കൈതൂത്തുകൊണ്ട് അവിടേക്ക് വന്നു. അനു, നീ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ സമയം പുറത്തൊരു കാറിന്റെ ഹോണടി കേട്ടു. കൺസ്ട്രക്ഷൻ സൈറ്റിലെ പയ്യനാ. അവൻ എന്നെ വിളിക്കാൻ വന്നതാ. എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ അവനോട് പറഞ്ഞാൽ മതി, അവൻ വാങ്ങിച്ചു തരും. ഞാൻ ഇറങ്ങുകയാ. ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റായി. ശ്രീകാന്ത് ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. മുറ്റം വരെ അവളും അയാളെ പിന്തുടർന്നു. വാതിലടച്ചോളൂ. ആര് വന്നാലും ഡോർ തുറക്കേണ്ട. ഈ ചെക്കൻ്റെ ഒപ്പം ഞാൻ വൈകിട്ടേ വരൂ. വണ്ടി തിരിച്ചു പോകുന്നതിന് മുമ്പേ അനു വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ആ ഡ്രൈവർ പയ്യനെ പറഞ്ഞേൽപ്പിച്ചു. കാറ് കണ്ണിൽ നിന്ന് മറയും വരെ അനു മുറ്റത്ത് തന്നെ നോക്കി നിന്നു. പകൽ വെളിച്ചത്തിൽ അവൾ അപ്പോഴാണ് ആ വീട് നന്നായി കണ്ടത്. അടുത്തെങ്ങും വീടുകളൊന്നുമില്ല. ഒന്ന് ഉറക്കെ കരഞ്ഞാൽ പോലും ആരും അറിയില്ല. അങ്ങ് ദൂരെയായി റോഡിനപ്പുറം 1-2 വീട് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവിടെ താമസമുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. ഉണങ്ങി വരണ്ട് കിടക്കുന്ന പ്രദേശം. വീട്ടുമുറ്റത്ത് ഒരു പച്ച പുൽനാമ്പ് പോലും കാണുന്നില്ല. തുളസിത്തറയിൽ കള പോലുമില്ല. ഉണങ്ങി വരണ്ട് കറുത്ത മണ്ണ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ചുറ്റുമതിലെ പൂപ്പല് പോലും ഉണങ്ങി നരച്ചു പോയിരുന്നു. മതിൽക്കെട്ടിനടുത്തുള്ള കിണറിന് നല്ല ആഴമുണ്ടായിരുന്നു. കിണറിന് പടിയിലായി വളരെ പഴക്കം ചെന്ന ഒരു ഇരുമ്പ് തൊട്ടി കാണപ്പെട്ടു. അതിൽ കൊരുത്തിരുന്ന കയർ പുതിയതായിരുന്നു. കയറടുത്തുള്ള ഒരു തടിത്തൂണിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അനു, അനുരാധ. അഗാധമായ കിണറിന്റെ ആഴങ്ങളിൽ നിന്ന് ആ വിളി അനുവിന്റെ ചെവിയിലേക്ക് പതിഞ്ഞു. അവളുടെ പാദങ്ങൾ വിറകൊണ്ടു. ഭയപ്പെടുത്തുന്ന എന്ത് കണ്ടാലും കേട്ടാലും അത് വ്യക്തമായി മനസ്സിലാക്കണമെന്ന് അമ്മ പറയാറുള്ള വാക്കുകൾ അവൾ ഓർത്തെടുത്തു. ശ്രീകാന്ത് പറയുന്നത് പോലെ ഇതെല്ലാം തന്റെ തോന്നലാണോ? ഈ കിണറിലിരുന്ന് തന്നെ പേര് ചൊല്ലി ആരെ വിളിക്കാനാ? അനു അങ്ങനെയെല്ലാം ഓർത്തുകൊണ്ട് തന്റെ സംശയം ഇല്ലാതാക്കാനായി ആ കിണറിനടുത്തേക്ക് നീങ്ങി. കിണറിന്റെ പടിയിലിരുന്ന ആ ഇരുമ്പ് തൊട്ടി ആരോ തട്ടിയിട്ടതുപോലെ അപ്പോൾ അലച്ചു തള്ളി കിണറിനുള്ളിലേക്ക് വീണു. കപ്പിയിലൂടെ ഉരഞ്ഞു താഴെ കൂർന്നു പോയ തൊട്ടി തെല്ല് നേരം കഴിഞ്ഞാണ് വെള്ളത്തിലേക്ക് വീണ ശബ്ദം കേട്ടത്. തൊട്ടി വെള്ളത്തിലേക്ക് വീണ ശബ്ദത്തിന്റെ അലയൊലികൾ നിലച്ചപ്പോഴേക്കും വീണ്ടും കിണറിനുള്ളിൽ നിന്ന് ആ ശബ്ദം ഉയർന്നു കേട്ടു. അനു, അനുരാധ. അവൾ പേടിയോടെ കിണറ്റിനുള്ളിലേക്ക് നോക്കി. നന്ദി ആഴമുള്ള കിണർ. എത്രയോ റിങ്ങുകൾ കഴിഞ്ഞാണ് അതിലെ ജലനിരപ്പ് ഒന്ന് കാണാൻ സാധിക്കുന്നത്. തൊട്ടിയിലെ കയർ കിണറിനരികിലെ തൂണിൽ ബന്ധിച്ചിരുന്നതിനാൽ അത് പൂർണ്ണമായും വെള്ളത്തിൽ താഴ്ന്നു പോയിരുന്നില്ല. ആഴമേറിയ ആ കിണറിനുള്ളിൽ തങ്ങി നിന്ന ഇരുട്ടിൽ നിന്ന് ഒരു അട്ടഹാസം പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങി. അനു ചെവി പൊത്തിക്കൊണ്ട് അകത്തേക്ക് ഓടിക്കയറി വാതിലടച്ചു. ആ പകൽ അവൾ വീടിനുള്ളിൽ തന്നെ ചിലവഴിച്ചു.
കിടപ്പുമുറിയിലിരുന്ന് ഫോൺ നോക്കുകയായിരുന്നു അനുരാധ. ഫോണിൽ നെറ്റ്വർക്ക് ഒട്ടും കിട്ടാതെയായപ്പോൾ ആ മുറിയിൽ നിന്ന് അവൾ പുറത്തിറങ്ങി. സന്ധ്യ മയങ്ങി തുടങ്ങിയതോടുകൂടി അനുരാധയുടെ നെഞ്ചിടി പുച്ഛത്തിലായി. ആ വീട്ടിലെ ഓരോ മുക്കിനും മൂലയിൽ നിന്നും പിറുപിറുക്കലും അട്ടഹാസങ്ങളും ഉയർന്നു തുടങ്ങി. ഒരു വെരികിനെ പോലെ അനുരാധ ആ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഓടി നടന്നു. വീടിന് പിന്നിൽ നിന്ന് പാഞ്ഞു പറിച്ചു വന്ന കാറ്റിൽ ജനൽപ്പാളികൾ കൊട്ടിയടക്കുന്ന ശബ്ദം അവളെ ഭയത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. കാറ്റിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ജനൽപ്പാളി അതടക്കാനായി അവൾ കിച്ചണിന്റെ തൊട്ടടുത്തുള്ള ആ മുറിയിലേക്ക് കയറി. ഇന്നലെ രാത്രിയിൽ ശ്രീകാന്ത് ആ ജനൽപ്പാളികൾ ഭദ്രമായി അടച്ചതാണ്. അതിനുശേഷം താൻ ആ ജനൽ തുറന്നതേയില്ല. എന്നിട്ടും അവ മലർക്കെ തുറക്കപ്പെട്ട് കാറ്റിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അവൾ വിറയാർന്ന കൈകളാൽ ആ ജനൽപ്പാളികൾ അടക്കാനായി ഭാവിച്ചപ്പോഴേക്കും ആ ജനലിനടുത്തായി ആ വൃദ്ധയായ സ്ത്രീ എവിടെ നിന്നോ അങ്ങോട്ടേക്ക് വന്നു. അവരുടെ തൊട്ടു പിന്നാലെ ഒരു യുവതിയും ഉണ്ടായിരുന്നു. ആ യുവതിയും കറുത്ത ഒരുതരം വസ്ത്രമാണ് അണിഞ്ഞിരുന്നത്. പക്ഷേ അവൾ തല കുനിച്ചാണ് നിന്നിരുന്നത്. അതിനാൽ അവളുടെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. ആ സ്ത്രീയെ കണ്ട ഉടനെ തന്നെ അനു തന്റെ കൈകൾ പിന്നോട്ട് വലിച്ചു. അവർ ആ സമയം വികൃതമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, "നീ ഇവിടുത്തെ പുതിയ താമസക്കാരിയാണല്ലേ? ഒരിടക്ക് ഞാനും ഇവളും എന്റെ മകനും ഈ വീട്ടിൽ താമസിച്ചിരുന്നു. ഇവളുടെ പേര് ആവന്തിക എന്നാണ്. ഇപ്പോൾ ഞങ്ങളുടെ താമസം ഇവിടെയല്ല, കുറച്ചങ്ങ് മാറിയാ. ദാ അവിടെ അടുത്താ." വൃദ്ധ ചൂണ്ടിക്കാണിച്ച ആ സ്ഥലത്തേക്ക് അനുരാധ കണ്ണുകൾ പായിച്ചു. ആ പഴയ ശ്മശാനവും പൊട്ടിപ്പൊളിഞ്ഞ കുറച്ച് കല്ലറകളുമല്ലാതെ അവൾക്കവിടെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. സംശയിച്ചു നിൽക്കുന്ന അനുരാധയെ നോക്കിക്കൊണ്ട് വൃദ്ധ വീണ്ടും പറഞ്ഞു, "ഇരുട്ടി തുടങ്ങിയില്ലേ? അതാ നിനക്ക് ഞങ്ങളുടെ താമസ സ്ഥലം കാണാൻ കഴിയാത്തത്. നിന്റെ ഭർത്താവ് ഒത്തിരി താമസിച്ചാണോ മടങ്ങി വരിക?" വൃദ്ധയുടെ ചോദ്യത്തിന് അനു ഉടനടി മറുപടി പറഞ്ഞു, "അദ്ദേഹം വരാറായിട്ടുണ്ട്." അവൾ വീണ്ടും തുറന്നുകിടന്ന ആ ജനൽപ്പാളികൾ അടക്കാനായി തിടുക്കം കൂട്ടിയപ്പോൾ വൃദ്ധ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിന്റെ കെട്ടിയോൻ വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും ഇരിക്കാം." അനുരാധ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പേ വൃദ്ധ ഒരു പല്ലിയെ പോലെ ഭിത്തിയിലേക്ക് അള്ളിപ്പിടിച്ച് അകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു. കണ്ണടച്ചു തുറക്കുന്ന നിമിഷം കൊണ്ട് പുറത്തുനിന്ന വൃദ്ധ അകത്തെ മുറിയിലേക്ക് കയറി വന്നു. പക്ഷേ തല കുനിച്ചു നിന്ന ആ പെൺകുട്ടി അപ്പോഴും പുറത്തു തന്നെ നിന്നു. അനുരാധയെ നോക്കി ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ പുറത്തുനിന്ന ആ പെൺകുട്ടിയെയും പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറ്റി. "ഇതെന്റെ മകന്റെ ഭാര്യ, വലിയ നാണക്കാരിയാ. മകൻ പുറത്തു പോയിരിക്കുകയാണ്. അവൻ മടങ്ങിയെത്താൻ ഒത്തിരി സമയമെടുക്കും. നീ വല്ലാതെ ഭയന്നിരിക്കുന്നല്ലോ. ഇവിടെ ഇരിക്കെ, നമുക്ക് അല്പനേരം സംസാരിക്കാമെന്നേ." പറഞ്ഞതിനോടൊപ്പം തന്നെ വൃദ്ധ അനുരാധയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തൊട്ടരികിലുള്ള കട്ടിലേക്ക് ഇരുത്തി. അവരുടെ ഒറ്റ പിടുത്തത്തിൽ തന്നെ അനുരാധയുടെ കയ്യിൽ കിടന്ന കുപ്പിവളകൾ ഉടഞ്ഞ് അവളുടെ കയ്യിൽ കയറി. കൈത്തണ്ടയിൽ നിന്ന് ചോരത്തുള്ളികൾ തറയിലേക്ക് തുള്ളിയായി വീഴാൻ തുടങ്ങി. അതുകണ്ട് വൃദ്ധയുടെ കണ്ണുകൾ തിളങ്ങി. അവരുടെ കീഴ്ചുണ്ടിൽ നിന്ന് ഉമിനീര് ഒലിച്ചിറങ്ങി. "അയ്യോ, നിന്റെ കൈ മുറിഞ്ഞല്ലോ പെണ്ണെ. നന്നായി ചോര കിനിയുന്നുണ്ട്. അല്ലെങ്കിലും കയ്യിൽ കിടക്കുന്ന സ്വർണ്ണവളകൾക്കൊപ്പം ഈ കുപ്പിവളകൾ അണിയേണ്ട കാര്യമുണ്ടോ? കൈ ഇങ്ങോട്ട് കാണിക്ക." വൃദ്ധ അനുരാധയുടെ കൈക്ക് കടന്നു പിടിച്ച് ചോര ഒഴുകുന്ന മുറിപ്പാട്ടിലേക്ക് അവരുടെ ചുണ്ടുകൾ ചേർത്തു. ഏറ്റ സമയ അതാ ചോര നിൽക്കാത്തത്. "ദാ ഇപ്പൊ തന്നെ ഇത് നിൽക്കും." കയ്യിലെ മുറിവിൽ നിന്ന് ആ സ്ത്രീ ചോര വലിച്ചു കുടിക്കുന്നതായിട്ടാണ് അനുവിനെപ്പോൾ തോന്നിയത്. അവൾ അറപ്പോടെ തന്റെ കൈ ശക്തിയായി പിന്നോട്ട് വലിച്ചു. വൃദ്ധയുടെ കണ്ണിൽ ദേഷ്യം നിഴലിച്ചു. കൂടെ ഇരുന്ന പെൺകുട്ടി യാതൊരു അനക്കവുമില്ലാതെ അപ്പോഴും തല കുമ്പിട്ട് നിശബ്ദയായിരുന്നു. "നീ വല്ലാതെ പേടിക്കുന്നുണ്ട്. നിന്റെ പേടി നിന്റെ കണ്ണുകളിലൂടെ എനിക്കറിയാൻ കഴിയുന്നുണ്ട്. ഈ പേടിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു വഴിയുണ്ട്. നല്ല ഇരുട്ടുള്ള ഒരു രാത്രിയിൽ ഞാൻ പറയുന്ന ഒരു പൂജ നടത്തണം. ആ പൂജ നിന്നെ ഈ പേടിയിൽ നിന്ന് മുക്തയാക്കും. കുറച്ച് മാന്ത്രവിദ്യകളൊക്കെ ഞാനും വശത്താക്കിയിട്ടുണ്ട്. നീ പേടിക്കണ്ട. നിന്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് വല്ലാത്ത സങ്കടം വരികയാ. അടുത്ത് തന്നെയുള്ള ഒരു രാത്രിയിൽ ഞാൻ പൂജക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്താം. ഈ വീട് ഒത്തിരി പഴയതാ. കുറേ തലമുറകൾ ജനിച്ചു മരിച്ചതല്ലയോ? ഏതെങ്കിലും ഒരു ശക്തിയായിരിക്കും നിന്നെ ശല്യപ്പെടുത്തുന്നത്. നിന്റെ മുഖം നോക്കി എനിക്ക് നിന്റെ മനസ്സിലെ ഭയത്തിന്റെ ആഴം അളക്കാൻ കഴിയും. 2 നാൾ കഴിഞ്ഞാൽ കറുത്ത വാവാണ്. ഈ ബാധകളിൽ നിന്നുള്ള ഉപദ്രവം അതില്ലാതാവും. നീ ഒറ്റയ്ക്ക് ആ ശ്മശാനത്തിലേക്ക് വരണം. ഇത്തരം പൂജകൾ നടത്താൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഏറെ നന്ന്." ആ സമയം വല്ലാത്തൊരു ചിരി വൃദ്ധ കേട്ടു. അടുത്ത ഇരയാൽ തന്റെ ശക്തി
രണ്ടിരട്ടി വർദ്ധിക്കുമെന്ന് ആ മറഞ്ഞിരിക്കുന്ന ശക്തി സ്വപ്നം കണ്ടു. അനുരാധ ഒരു പാവയെപ്പോലെ ആ വൃദ്ധയുടെ അരികിലിരുന്നു. ചിന്താശേഷി നഷ്ടപ്പെട്ടവളെപ്പോൾ അവൾ വൃദ്ധയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ സമയം ആഗ്രഹിച്ചിട്ട് പോലും അവൾക്ക് തന്റെ നോട്ടം പിൻവലിക്കാനായില്ല. സ്വതന്ത്രനായ ചെകുത്താൻ തന്റെ അടുത്ത ഇരയ്ക്ക് ചുറ്റും വട്ടമിട്ട് കറങ്ങി. കാട്ടിലൊറ്റയ്ക്ക് അകപ്പെട്ടുപോയ ആട്ടിൻകുട്ടിയെ നോക്കി ചെന്നായ കൊതിയോടെ വെള്ളമിറക്കുന്നത് പോലെ ചെകുത്താൻ അനുരാധയുടെ അരികിലായി നിന്നു. പുറത്ത് കാറിന്റെ ഹോണടി കേട്ട് അനുരാധ ഉറക്കത്തിലെന്നതുപോലെ ഞെട്ടി ഉണർന്നു. ആ സമയം ഒരു പല്ലിയെപ്പോലെ മുന്നിലിരുന്ന വൃദ്ധ ഭിത്തി വഴി വീണ്ടും പുറത്തേക്കിറങ്ങി. ഒപ്പം കൂടെയിരുന്ന പെൺകുട്ടി. ജനൽപ്പാളികൾ സ്വയം അടഞ്ഞു. എല്ലാം ശാന്തം. പിറുപിറുക്കലും അട്ടഹാസങ്ങളും നിലച്ചു. അന്തരീക്ഷം ആകെ ശാന്തമായി കഴിഞ്ഞിരിക്കുന്നു. അനുരാധ മുൻവശത്തുള്ള വാതിൽ തുറന്നു. കവറുകൾ നിറയെ വീട്ടുസാധനങ്ങളുമായാണ് ശ്രീകാന്ത് മടങ്ങി വന്നത്. അയാൾ പതിവിൽ കൂടുതൽ സന്തോഷവാനായിരുന്നു. മുറ്റത്ത് വന്ന കാർ തിരിച്ചു പോയപ്പോഴേക്കും അയാൾ അനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. മേടിച്ചു കൂട്ടിയ സാധനങ്ങളെല്ലാം ആദ്യത്തെ മുറിയിൽ വെച്ചതിന് ശേഷം അയാൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. തന്റെ അനുഭവങ്ങൾ ശ്രീകാന്തിനോട് പറഞ്ഞാൽ ശ്രീ ഉറപ്പായും ഇന്നലത്തേതുപോലെ തന്നെ ബഹളമുണ്ടാക്കും. അയാളുടെ സ്വഭാവം തനിക്കിതുവരേക്കും പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതക്കാരനാണ് അയാൾ. നെഞ്ചിൽ ഒരു കല്ല് കയറ്റിവെച്ച അവസ്ഥയായിരുന്നു അനുവിന്. കുളിച്ചു വന്ന ശ്രീ കയ്യിൽ കരുതിയ പാക്കറ്റിൽ നിന്ന് ആഹാര സാധനങ്ങൾ പാത്രത്തിലേക്ക് വിളമ്പി. നോൺ വെജ് വിഭവങ്ങൾ കൊണ്ട് പ്ലേറ്റുകൾ നിറഞ്ഞു. പൊതുവെ വെജിറ്റേറിയൻ ഭക്ഷണത്തിനോട് താല്പര്യമുള്ള അയാൾ ഒറ്റ ഇരിപ്പിന് അതിൽ പലതും ആക്രാന്തത്തോടെ അകത്താക്കി. പലപ്പോഴും പല സ്വഭാവമുള്ള അയാളെ മനസ്സിലാക്കാനാവാതെ അനുരാധ നന്നേ വിഷമിച്ചു. ആഹാരത്തിന് മുന്നിൽ മടിച്ചിരുന്ന അനുരാധയെ അയാൾ നോക്കി പഠിപ്പിച്ചു. പിന്നീട് ചിരിച്ചു മയക്കി. ഭക്ഷണത്തിന് ശേഷം ആ വീട്ടിലെ ഓരോ മുറിയിലും കയറി ഇറങ്ങി നടന്നു അയാൾ. ഒത്തിരി നേരം പുറകുവശത്തെ അടുക്കളയോട് ചേർന്നുള്ള ആ മുറിയുടെ ജനാലകൾ തുറന്ന് ആ ശ്മശാനത്തിലേക്ക് അയാൾ നോക്കി നിന്നു. ശേഷം കിടപ്പുമുറിയിലേക്ക് വന്നു. അനുരാധ കിടക്കയുടെ അരികിൽ ഭയന്ന് വിറച്ചിരുന്നു. ശ്രീയുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കം. അനുരാധ തലകുനിച്ചു. അയാൾ അനുവിന്റെ തൊട്ടരികിൽ വന്നിരുന്നു. ഇവിടം സ്വർഗമാണ്. നിശബ്ദവും വിജനവുമായ സ്ഥലം, ശാന്തമായ അന്തരീക്ഷം. അനുരാധ ഒരു വിധത്തിൽ വിറച്ചു പറഞ്ഞു. ശ്രീ പോയിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റക്കാണ്. ഈ വീട്ടിലെ പല കാഴ്ചകളും ശബ്ദങ്ങളും എന്നെ ഭയപ്പെടുത്തുന്നു. അത് കേട്ട് ശ്രീകാന്ത് ഉറക്കെ ചിരിച്ചു. ഭയം അത് ഉടനെ തന്നെ മാറും. 2 നാൾ കാത്തിരിക്കൂ. ഇവിടെ നിന്ന് നമുക്ക് മടങ്ങാം. അനുരാധ വിശ്വാസം വരാതെ ശ്രീയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇരയെ സ്വന്തമാക്കാൻ പോകുന്ന ഒരു ചെന്നായുടെ ആർത്തി പൂണ്ട തിളക്കമായിരുന്നു അയാളുടെ കണ്ണുകളിൽ അപ്പോൾ. തന്റെ കൈകളിൽ തലോടിക്കൊണ്ടിരുന്ന ശ്രീയുടെ വിരലുകൾക്ക് ആ സമയം വല്ലാത്തൊരു തണുപ്പുണ്ടായിരുന്നു. തണുത്തുറഞ്ഞ ഒരു ശവശരീരത്തിന്റെ തണുപ്പ്. ബലമായി അവളെ നെഞ്ചിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ച അയാളുടെ കരവലയത്തിൽ നിന്ന് അവൾ കുതറി മാറി. ആ സമയം അയാളുടെ കണ്ണുകളിലെ തിളക്കം കെട്ടു. പകരം അടക്കാനാവാത്ത ക്രോധത്താൽ കണ്ണിലെ ഞരമ്പുകൾ ചുവന്നു പിടച്ചു. തന്നിലേക്ക് പാഞ്ഞെടുത്ത അയാളുടെ ശരീരത്തിന്റെ തണുപ്പിനേക്കാളും അവളെ തളർത്തിയത് അയാളുടെ ശരീരത്തിൽ നിന്ന് വമിച്ച ചീഞ്ഞളിഞ്ഞ ശവത്തിന്റെ ഗന്ധമായിരുന്നു. മുമ്പൊരിക്കലും താൻ ശ്രീയിൽ കണ്ടിട്ടില്ലാത്തൊരു വേഷമാണ് അയാൾ അപ്പോൾ അവളുടെ മുന്നിൽ ആടിത്തിമിർത്തത്. ഒരു വന്യമൃഗം ദുർബലമായ ചെറിയൊരു മൃഗത്തെ വേട്ടയാടുന്നത് പോലെ ശ്രീയിലെ ചെകുത്താൻ അവളെ കീഴടക്കി. നനച്ചിരിക്കാത്ത സമയത്ത് മനുഷ്യ മനസ്സിൽ നിന്ന് പുറത്തു കിടക്കുന്ന ഒരു ചെകുത്താൻ പലരുടെയും മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ശക്തി എല്ലാ ബന്ധനങ്ങളെയും തകർത്തെറിഞ്ഞ് സ്വതന്ത്രനാകുന്നു. അടക്കാനാവാത്ത ക്രോധമായും കാമമായും ആ ശക്തി പുറത്തു കടക്കുന്നു. പുറത്തു കടന്ന് ആ ശക്തി മനുഷ്യനെ ഒരു ചെകുത്താനാക്കുന്നു. ഒരു നിമിഷത്തേക്ക് ചെകുത്താനായി മാറുന്ന മനുഷ്യൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പ്രവർത്തികൾ ചെയ്തു കൂട്ടുന്നു. പ്രായപൂർത്തിയാക്കാത്ത ബാലികമാരെ പീഡനത്തിന് ഇരയാക്കുന്നു. ജന്മം തന്ന മാതാപിതാക്കളെ നിഷ്കരുണം കൊല ചെയ്യുന്നു. നവജാത ശിശുക്കളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയോ നിലത്തടിച്ച് തല തകർക്കുകയോ ചെയ്യുന്നു. ഭ്രൂണഹത്യ സർവ്വസാധാരണമാകുന്നു. മനുഷ്യൻ മനുഷ്യനെ വേട്ടയാടുന്നു. പല്ലും നഖവും ആഴ്ന്നിറങ്ങിയ മുറിവുകളിൽ നിന്ന് ചോര പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ അനുരാധ ഇങ്ങനെ പലതും ഓർത്തുകൊണ്ട് സമാധാനപ്പെട്ടു. അടുത്ത ദിവസം ശ്രീ ലീവായിരുന്നു.
ഏറെ വൈകിയാണ് അയാൾ ഉണർന്നത്. അനുരാധ അപ്പോഴും കിടക്കയുടെ ഒരു അരികിൽ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. കണ്ണു തിരുമ്മി എണീറ്റ ഉടനെ അയാളുടെ നോട്ടം പതിഞ്ഞത് അനുരാധയുടെ മുഖത്തേക്കായിരുന്നു. അവളുടെ മുഖത്തും ശരീരത്തും കാണപ്പെട്ട ചുവന്ന നഖക്ഷതങ്ങൾ കണ്ട് അയാൾ അവളെ സംശയത്തോടെ നോക്കി. ഇതെന്താ പറ്റിയത് നിനക്ക്? നിന്റെ മുഖമിങ്ങനെ ആരാ മാന്തിപ്പറിച്ചത്? അനുരാധ ചിരിച്ചു പുച്ഛത്തോടെ. ഈ പ്രവൃത്തികൾ നിങ്ങളാണ് കാണിച്ചു കൂട്ടിയതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? ഞാനോ? ഏയ്, ഞാനല്ല. ഞാനെന്തിനാ നിന്നെ ഉപദ്രവിക്കുന്നത്? അയാൾക്ക് ആ സമയം ഒന്നും ഓർമ്മയില്ലായിരുന്നു. ഏറെ നേരം കഴിഞ്ഞ് അയാൾ അവളോട് മാപ്പിരുന്നു. ആരോ ആ സമയം വാതിൽ തുടരെ തുടരെ മുട്ടി വിളിക്കുന്നത് കേട്ടാണ് അനു വാതിൽ തുറന്നത്. തുറന്ന വാതിലിന് മുന്നിൽ ഒരു ചിരിയോടെ അവളുടെ അമ്മ വസുന്ധര നിൽക്കുന്നു. പക്ഷെ മകളുടെ മുഖത്തെ ചുവന്ന നീളൻ മുറിവുകൾ കണ്ട് ആ അമ്മയുടെ മുഖത്ത് തെളിഞ്ഞു വന്ന ചിരി വന്നതുപോലെ തന്നെ എവിടെയോ മറഞ്ഞുപോയി. അവൾ തന്റെ മകളെ അടുത്ത് വിളിച്ചു. അവളെ അടിമുടി നോക്കിയതിനു ശേഷം തലകുണിച്ച് മുന്നിൽ നിൽക്കുന്ന ശ്രീകാന്തിനെയും നോക്കി. അനുരാധയുടെ ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയ അവളെ ആ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. കരഞ്ഞു വീർത്ത മുഖവുമായി നിൽക്കുന്ന മകളുടെ മുഖം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഏറെ നീറ്റലുണ്ടാക്കി. അവരുടെ പല ചോദ്യത്തിനും ശ്രീകാന്തിന്റെ കൈവശം ഉത്തരങ്ങളില്ലായിരുന്നു. ആ പ്രവൃത്തികൾ അത്രയും ചെയ്തതായി അയാൾക്ക് തെല്ലുമേ ഓർമ്മയില്ലായിരുന്നു. അനുവിന്റെ അമ്മ ആ വീട്ടിലേക്ക് കയറിയ കൂട്ടത്തിൽ അനുരാധയോടായി പറഞ്ഞു, ഒരാഴ്ചയായിട്ട് നിന്റെ യാതൊരു വിവരവുമില്ലായിരുന്നു. നീ എന്നെ ഫോൺ വിളിക്കുകയോ ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കുകയോ ചെയ്തില്ല. അതാ ഞാൻ നിന്നെ തിരഞ്ഞു വന്നത്. ശ്രീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിന്നൊരു പയ്യനാ എനിക്ക് ഈ സ്ഥലം പറഞ്ഞു തന്നത്. ഇതെന്തൊരു സ്ഥലമാണ്? ഇവിടെ മനുഷ്യന്മാർ ആരെങ്കിലും താമസിക്കുമോ? ചോദ്യം ശ്രീയോടായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞ ആ സ്ത്രീക്ക് മന്ത്രതന്ത്ര സിദ്ധികളിൽ നല്ല വശമുണ്ടായിരുന്നു. കാവ്യവസ്ത്രധാരിയായ ആ സ്ത്രീ ആ വീട്ടിലേക്ക് കടന്നതും എവിടെ നിന്നൊക്കെയോ ആരോ ഉച്ചത്തിൽ കരയുന്നത് പോലുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങി. സ്ത്രീ ആകെ പകച്ചുപോയി. നേർത്ത് വന്ന കരച്ചിൽ ശബ്ദം മെല്ലെ മെല്ലെ ഉച്ചത്തിലായി. ആ ശബ്ദം വരുന്ന ദിക്കുപോലും അവൻ അറിയാൻ സാധിക്കുന്നില്ലായിരുന്നു. അയാൾ ചെവി വട്ടം പിടിച്ചു. വീടിന് പിന്നിലെ ആ ശ്മശാനത്തിൽ നിന്നാണോ? അതോ പുറത്തെ ആഴമേറിയ കിണറിൽ നിന്നോ? അതോ തന്റെ തന്നെ ഉള്ളിൽ നിന്നോ? അനുരാധയുടെയും അവളുടെ അമ്മയുടെയും മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും കാണാതെയായപ്പോൾ അയാൾക്ക് അത് ബോധ്യമായി. ആ കരച്ചിൽ ശബ്ദം ഒരുപക്ഷെ താൻ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന്. അനുരാധയ്ക്കൊപ്പം അവളുടെ അമ്മ ആ വീടും പരിസരവും ചുറ്റിക്കറങ്ങി കണ്ടു. എന്തൊക്കെയോ ചിന്തയാൽ അവർ പെട്ടെന്ന് നിശബ്ദയായി. കരിനിഴൽ വീണുകിടക്കുന്ന ഒരു പരിസരം. ഇരുട്ടിൽ പതുങ്ങിയിരിക്കുന്ന ദുഷ്ടശക്തികളുടെ വാസകേന്ദ്രമാണ് ഈ ഭൂമി. ഇവിടെ ആരും സ്വന്തം ഇഷ്ടത്തോടെ വരുന്നില്ല. ആ ശക്തി ഇവിടേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരുന്നതാണ്. തിന്മയുടെ വാസകേന്ദ്രമായ ഈ ഭവനത്തിൽ ആർക്കും സമാധാനത്തോടെ വസിക്കുവാൻ കഴിയുകയില്ല. ചില കണക്കുകൂട്ടലുകൾക്ക് അവസാനം അവർ ഉറച്ച ഒരു തീരുമാനമെടുത്തു. ചെയ്തു പോയ തെറ്റിന് എത്ര മാപ്പിരുന്നിട്ടും സ്ത്രീക്ക് മനസ്സമാധാനം വന്നില്ല. എന്നാലും തന്നിൽ നിന്ന് ഇത്രയും ക്രൂരമായ ഒരു നീക്കം എങ്ങനെയുണ്ടായെന്നോർത്ത് അയാൾക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. വസുന്ധര വീണ്ടും ഓരോ മുറിയിലും കയറിയിറങ്ങി. അവസാനം കിച്ചണിനടുത്തുള്ള ആ മുറിയിൽ ചെന്ന് അവർ നിന്നു. ആ സമയം അവിടെ ഒരു പെൺകുട്ടിയുടെ തേങ്ങൽ ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. ആ മുറിയിലെ തറയിൽ ഭിത്തിയോട് ചേർത്തിട്ടിരിക്കുന്ന കിടക്കയിൽ അഴികളില്ലാത്ത ജനലിനരികിൽ അവിടെയെല്ലാം നേർത്ത നിഴല് പോലെ ഒരു പെൺകുട്ടിയുടെ രൂപത്തെ അവർ കണ്ടു. മോക്ഷം ആഗ്രഹിക്കുന്ന ആത്മാവ് അപകടകാരിയല്ലെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്തൊക്കെയോ ഓർത്തുകൊണ്ട് അവർ ആ മുറിയിലെ ജനൽപ്പാളികൾ മലർക്കി തുറന്നു. അധികം ദൂരെയല്ലാതെ കണ്ട ആ ശ്മശാനം, അതിനൊത്ത നടുവിൽ തലകുനിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവളുടെ നീലൻ മുടിത്തുമ്പിൽ പിടുത്തമിട്ടിരിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീ. വസുന്ധര തന്റെ അകക്കണ്ണുകൊണ്ട് ആ കാഴ്ച നോക്കിക്കാണുകയായിരുന്നു. പെൺകുട്ടിയുടെ മുടിത്തുമ്പിൽ പിടുത്തമിട്ടിരിക്കുന്ന വൃദ്ധയുടെ മുഖം ചുളിവുകളേറിയതാണ്. കണ്ണുകൾ കുഴിഞ്ഞ്, പല്ലുകൾ കൊഴിഞ്ഞ്, അസ്ഥിയോടൊട്ടി നിൽക്കുന്ന മെല്ലിച്ചൊരു രൂപം. കൈകാലിലെ വിരലുകൾക്ക് നല്ല നീളമുണ്ട്. ആ സ്ത്രീ തന്നെ നോക്കി വെല്ലു വിളിക്കുന്നത് പോലെ ചിരിച്ചു. വസുന്ധര ആകെ അസ്വസ്ഥയായി. പലതും അറിയാനുണ്ട്. തന്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്ന രൂപങ്ങൾ വെറും അടിമകളാണ്. പ്രബലനായ ഒരു ശക്തി തനിക്ക് പിടിതരാതെ ഒളിച്ചിരിക്കുകയാണ്. കണ്ടെത്തണം. അവന്റെ ലക്ഷ്യം കണ്ടെത്തിയേ മതിയാകൂ. അന്നേ ദിവസം വസുന്ധര ജലപാനം നടത്തിയില്ല. ധ്യാനാവസ്ഥയിലായിരുന്ന അവരെ ശല്യപ്പെടുത്താനായി
അനുരാധയോ ശ്രീയോ തുനിഞ്ഞില്ല. എന്തായാലും വസുന്ധര വന്നതോടെ അനുരാധയ്ക്ക് ഒരാശ്വാസം തോന്നിത്തുടങ്ങി. അവൾ ആ രാത്രി നന്നായി ഒന്നുറങ്ങി. ശ്രീയും വളരെ ശാന്തനായിരുന്നു. അമിതമായ ദേഷ്യമോ സ്വഭാവ വ്യതിയാനങ്ങളോ അയാൾ കണ്ടില്ല. ധ്യാനാവസ്ഥയിൽ ശരീരത്തിനൊട്ടും ഭാരം തോന്നാത്ത ഒരവസ്ഥയിലേക്ക് വസുന്ധര എത്തിച്ചേർന്നു. മേഘങ്ങൾ ഒഴുകി നടക്കുന്ന ഒരു ലോകത്ത് തൂവല് പോലെ അവർ പാറി നടന്നു. ശരീരത്തിൽ നിന്ന് തെന്നി നീങ്ങിക്കൊണ്ടിരുന്ന അവരുടെ മനസ്സ് ആ വീട്ടിൽ പണ്ടെങ്ങോ നടന്ന പല കാര്യങ്ങളും നോക്കിക്കണ്ടു. ചെകുത്താനെ ആരാധിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ, അവരുടെ ആവാസ കേന്ദ്രമായ ആ വീട്, സാത്താൻ സേവകൾ നടന്നിരുന്ന ആ ശ്മശാന ഭൂമി, നാളുകളോളം ചെകുത്താനെ തളച്ചിട്ടിരുന്ന അനുരാധയുടെ കിടപ്പറ, പാവം പിടിച്ചൊരു പെൺകുട്ടിയുടെ കണ്ണീര് വീണ ശ്മശാനത്തിലേക്ക് തുറക്കുന്ന അഴികളില്ലാത്ത ജനലുള്ള ആ മുറി, ബലി സ്വീകരിച്ച് സ്വതന്ത്രനായ ചെകുത്താന്റെ അടിമയായ ആ വൃദ്ധ, ബന്ധനത്തിൽ നിന്നും മോചിതനായ ചെകുത്താൻ മഹാശക്തനാകാൻ ആഗ്രഹിക്കുന്നു. കനത്ത ഇരുട്ടുള്ള രാത്രികളിൽ ഒരു സ്ത്രീയുടെ ബലി ആ ശ്മശാനത്തിൽ നടക്കുന്നതിലൂടെ ചെകുത്താന്റെ ശക്തി എല്ലായ്പ്പോഴും രണ്ടിരട്ടിയായി വർദ്ധിക്കുന്നു. ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞെന്നാൽ ഇരുട്ട് നിറഞ്ഞ ഒരു രാത്രിയാണ് വരാൻ പോകുന്നത്. അന്നും ആ ശ്മശാനത്തിൽ ഒരു ബലി നടക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സ്വതന്ത്രനായ ചെകുത്താൻ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവന്റെ ബലിക്കായുള്ള അടുത്ത ഇരയെയും അവൻ വളരെ എളുപ്പത്തിൽ തന്റെ വാസസ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഇര തന്റെ മകൾ അനുരാധയാണെന്ന് വസുന്ധര ഒരു നടുക്കത്തോട് തിരിച്ചറിഞ്ഞു. ധ്യാനത്തിൽ നിന്ന് അവർ ഉണർന്നു. ശേഷം ശ്രീകാന്തിനെ ഒപ്പം കൂട്ടി അവർ വീടിനടുത്തെ കിണറിനരികിലേക്ക് നടന്നു. ആ സമയം അനുരാധ ഉറക്കത്തിലായിരുന്നു. വസുന്ധരയുടെ മാന്ത്രിക വിദ്യകളായിരുന്നു അവളുടെ ആ ഉറക്കത്തിന് കാരണം. ശ്രീകാന്ത്, നമുക്ക് ചുറ്റും നിരവധി സ്ഥലങ്ങളുണ്ട്. ഇവയിൽ ചിലത് പോസിറ്റീവ് എനർജിയുടെയും നെഗറ്റീവ് എനർജിയുടെയും ഉദ്ഭവ കേന്ദ്രങ്ങളാണ്. പ്രാർത്ഥനാ കേന്ദ്രങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളും പള്ളികളിലും മോസ്കുകളിലും പോകുമ്പോൾ നമ്മുടെ മനസ്സ് തണുക്കുന്നു, മനക്ലേശങ്ങൾ കുറയുന്നു, മനസ്സമാധാനം കിട്ടുന്നു. പക്ഷേ ശ്മശാനഭൂമി, മോർച്ചറി, യുദ്ധഭൂമി എന്നീ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനോവ്യത കൂടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, ക്രോധം കൂടുന്നു. ഇത്തരം സ്ഥലങ്ങൾ നമ്മുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഇടയാക്കുന്നു. അതുപോലെയാണ് നീ കണ്ടെത്തിയ ഈ വീട്. ഇവിടെ താമസിച്ചാൽ പല ആപത്തുകളും വന്നു ചേരും. ഒത്തിരി ദുർമരണങ്ങൾ നടന്നിട്ടുള്ള ഒരു വീടായത്. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മടങ്ങി പോകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുരാധയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന ഓരോ സംഭവങ്ങളും കാഴ്ചകളും അവൾക്ക് വരാൻ പോകുന്ന വിപത്തിന്റെ മുന്നോടിയാണ്. ഇവിടേക്ക് വന്നുപോയ സ്ഥിതിക്ക് എളുപ്പത്തിൽ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനും നിങ്ങൾക്ക് കഴിയും. കാരണം ഈ സ്ഥലം നിങ്ങളായി കണ്ടെത്തിയതല്ല. ഈ സ്ഥലത്ത് വസിക്കുന്ന ദുഷ്ടശക്തികൾ നിങ്ങളെ ഇവിടേക്ക് എത്തിച്ചതാണ്. സംസാരിച്ച് വസുന്ധരയും ശ്രീകാന്തും ആ കിണറിനടുത്ത് എത്തിയിരുന്നു. എന്റെ കയ്യിലെ ഈ രുദ്രാക്ഷമാലയിൽ തൊട്ടുകൊണ്ട് നീ ആ കിണറിലേക്ക് നോക്കൂ. നിനക്ക് അതിൽ പലതും കാണാനും കേൾക്കാനും കഴിയും. ശ്രീ രുദ്രാക്ഷത്തിൽ സ്പർശിച്ചുകൊണ്ട് കിണറിന്റെ അഗാധമായ അടിത്തട്ടിലേക്ക് നോക്കി. ഇരുട്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന അതിന്റെ ഉള്ളിൽ നിന്ന് ഒരട്ടഹാസം മുഴങ്ങിക്കേട്ടു. കറുത്ത പുകച്ചുരുൾ പോലെ ഉയർന്നു വന്ന എന്തോ ഒന്ന് തൂങ്ങിയാടുന്ന ഇരുമ്പു തൊട്ടി ഉലച്ചുകൊണ്ട് പിറുപിറുത്തു. പൊടുന്നിനെ ശ്രീകാന്ത് ചെവി പൊത്തി. ഈ വീട്ടിൽ വന്നു കയറിയ ഉടനെ അനുരാധ കേട്ടിരുന്ന ചിരിയും കരച്ചിലും പിറുപിറുക്കലും ഈ ഒരു ശക്തിയുടേതാണ്. മാത്രമല്ല, നിന്നെ കരുവാക്കി അവളെ വേദനിപ്പിക്കാനും ഉപദ്രവിക്കാനും ആ ശക്തിക്ക് കഴിഞ്ഞു. അടുത്തു വരുന്ന കറുത്ത വാവരെ നിങ്ങൾ ഇവിടെ തങ്ങേണ്ടതുണ്ട്. അതുവരേക്കും നിങ്ങൾക്ക് ഒരു അപകടവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. അടുത്ത ദിവസവും വസുന്ധര ധ്യാനാവസ്ഥയിൽ തുടർന്നു. രണ്ടാം നാൾ കറുത്ത വാവായിരുന്നു. വസുന്ധരയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്നത്തെ ഓരോ കാര്യങ്ങളും നടന്നത്. ചിട്ടവട്ടങ്ങൾ അനുസരിച്ചുള്ള പ്രാർത്ഥനയും ജപവും നടത്തി അനുരാധയും ശ്രീയും ആ പകൽ കഴിച്ചുകൂട്ടി. അന്നത്തെ പൂജാവിധികളുടെ അവസാന ഘട്ടത്തിൽ വസുന്ധര ആ സത്യം തിരിച്ചറിഞ്ഞു. സ്വതന്ത്രനായ ചെകുത്താൻ ബലിയോടൊപ്പം തന്നെ മറ്റൊരു മനുഷ്യ ശരീരവും ആഗ്രഹിക്കുന്നു. ബലി സ്വീകരിച്ച് ശക്തിമാനാകുന്ന ചെകുത്താൻ ചോരയും നീരുമുള്ള ഒരു മനുഷ്യ ശരീരം ആഗ്രഹിക്കുന്നു. ഒരു പുതിയ ശരീരത്തിലൂടെ ഒരു പുനർജന്മത്തിനായി ചെകുത്താൻ കുതിക്കുകയാണ്. അതിനായി ചെകുത്താൻ കണ്ടെത്തിയിരിക്കുന്നത് ശ്രീകാന്തിനെയാണ്. അവന്റെ ആത്മാവിനെ ഭയം കൊണ്ട് സ്വാധീനിച്ച് അവന്റെ ശരീരത്തിൽ കടന്നുകൂടുകയും പിന്നീട്
അവനിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ചെകുത്താൻ പദ്ധതികൾ മെനയുന്നു. നേരം കടന്നു പോയിക്കൊണ്ടിരുന്നു. ശ്മശാന ഭൂമിയിൽ ഏതോ ചിതയെരിഞ്ഞു. ആ രാത്രിയെ വരവേറ്റുകൊണ്ട് രാപ്പുള്ളുകൾ ഉറക്കെ കൂവി. ശ്രീകാന്തിന്റെ ഉത്കണ്ഠ വർദ്ധിച്ചു. പ്രാർത്ഥനയിലും ജപത്തിലും മുഴുകിയപ്പോഴും വസുന്ധര ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് നോക്കി. കറുത്ത കരിമേഘങ്ങൾ ഒരു കാളകൂട സർപ്പത്തെപ്പോലെ ആകാശത്താകെ നിറഞ്ഞു നിന്നിരുന്നു. വസുന്ധര തന്റെ മാന്ത്രിക സിദ്ധിയാൽ ആദ്യമായി ചെകുത്താന്റെ ബന്ധനത്തിൽ നിന്ന് ആവന്തിക എന്ന പെൺകുട്ടിയുടെ ആത്മാവിനെ മോചിപ്പിച്ചു. അതോടെ ശ്മശാനത്തിലേക്ക് തുറക്കുന്ന ആ ജനലുള്ള മുറിയിൽ മുഴങ്ങിക്കേട്ടിരുന്ന പെൺകുട്ടിയുടെ കരച്ചിൽ നിന്നു. ശേഷം ഒരു മാന്ത്രിക ചരട് ആ ശ്മശാനത്തിന്റെ മധ്യത്തിൽ കാണുന്ന കല്ലറയ്ക്ക് മുകളിൽ ആണിയടിച്ച് ബന്ധിച്ചു. പിന്നീട് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ചരടിൽ ഭസ്മം പൂശാൻ തുടങ്ങി. ചരടിന്റെ മറ്റേ അറ്റം ബന്ധിച്ചിരുന്നത് നേരത്തെ ചെകുത്താനെ തളച്ചിരുന്ന വലിയ താഴുള്ള ആ വലിയ മുറിയിലായിരുന്നു. എല്ലാ പൂജാവിധികൾക്കും ഹോമങ്ങൾക്കുമായി വലിയ മുറി തയ്യാറായി. മാന്ത്രികക്കളത്തിന് നടുവിൽ 7 തിരിയിട്ട നിലവിളക്ക് തെളിഞ്ഞു. ശ്രീകാന്ത് ഭയത്തോടെ എല്ലാം നോക്കിക്കൊണ്ട് ആ മുറിയുടെ മൂലക്ക് കുത്തിയിരുന്നു. ശ്രീകാന്തിന്റെ തൊട്ടരികിൽ അനുരാധയും. തനിക്ക് ആദ്യ ബലിയിലൂടെ ലഭിച്ച തന്റെ അടിമയായ ആവന്തികയുടെ ആത്മാവിനെ വസുന്ധര സ്വതന്ത്രമാക്കിയപ്പോഴേ ചെകുത്താൻ കലിതുള്ളി. തുറന്നു കിടന്ന ജനലിലൂടെ ശ്മശാനത്തിൽ നിന്ന് അങ്ങേയറ്റം ദുർഗന്ധം കലർന്ന ഒരു കാറ്റ് അപ്പോഴേക്കും പാഞ്ഞെത്തി. കളത്തിന് നടുവിലിരുന്ന 7 തിരിയിട്ട നിലവിളക്കിലെ ദീപങ്ങൾ അണയാൻ വെമ്പി. പക്ഷേ വസുന്ധര മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മുന്നിലിരുന്ന അമൃതവള്ളികളുടെ ഓരോ കഷ്ണങ്ങളും ഹോമകുണ്ടത്തിൽ സമർപ്പിച്ചു. കർപ്പൂരവും നെയ്യും എരിഞ്ഞുണ്ടായ അഗ്നിയിൽ നിന്ന് വെളുത്ത പുകപടലത്തോടൊപ്പം ഒരു പ്രത്യേക ഗന്ധം പുറപ്പെട്ടു. വസുന്ധരയുടെ മന്ത്രധ്വനികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ഭയാനകമായ ഒരു അലർച്ച ആ വീടിന്റെ ഓരോ കോണിൽ നിന്നും ഉയർന്നു കേട്ടു. മാന്ത്രികളത്തിന് മുന്നിൽ ഭയന്ന് കുത്തിയിരുന്ന അനുരാധ ആരോ വിളിച്ചിട്ടെന്ന പോലെ പിടഞ്ഞെണീറ്റു. ചുറ്റിനുമൊന്ന് നോക്കിയതിനു ശേഷം അവൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ശ്രീകാന്ത് ആ സമയം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. പക്ഷേ മന്ത്രജപം നിർത്താതെ തന്നെ വസുന്ധര ശ്രീകാന്തിനെ അവളെ തടയരുതെന്ന് ആംഗ്യം കാണിച്ചു. അനുരാധ നടന്ന് ശ്മശാനത്തിലേക്ക് തുറക്കുന്ന ജനലിനടുത്ത് ചെന്ന് നിന്നു. അവളുടെ പോക്ക് ശ്മശാനത്തിലേക്കാണെന്ന് വസുന്ധര മനസ്സിലാക്കി. കറുത്ത മേഘങ്ങൾ ചന്ദ്രക്കലയെ മുഴുവനായി മറക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കണം. അഥവാ ഏതെങ്കിലും കാര്യത്തിനൊരു പിഴവ് പറ്റിയാൽ അനുരാധ ചെകുത്താന്റെ അടുത്ത ഇരയാകും. അതോടെ അവനെ തളക്കാൻ തനിക്കായെന്ന് വരില്ല. 4 ദിക്കും കുലുങ്ങുമാറും മുഴങ്ങിക്കേട്ട അട്ടഹാസത്തെ വകവയ്ക്കാതെ വസുന്ധര മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരുന്നു. ശ്മശാനത്തിലെ ഇലകൾ കരിഞ്ഞു തുടങ്ങിയ മരത്തിന് താഴെ വൃദ്ധ അനുരാധയെ നോക്കി നിന്നു. അവർ നിരന്തരം അവളെ കൈകാട്ടി വിളിക്കുകയായിരുന്നു. ചെകുത്താൻ അരികിലേക്ക് ഇര സ്വയം എത്തിച്ചേരേണ്ടതുണ്ട്. ചന്ദ്രക്കല ഇപ്പോഴും തെളിഞ്ഞു കാണാം. അല്പസമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അനുരാധയ്ക്ക് അവളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടമാകും. അവൾ സ്വയം ആ ശ്മശാനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പേ ചെകുത്താനെ ഈ മാന്ത്രികളത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പുകച്ചുരുളുയരുന്ന ഹോമകുണ്ടത്തിലേക്ക് നവധാന്യങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് വസുന്ധര ശ്രീകാന്തിനോടായി പറഞ്ഞു, നീ എന്തൊക്കെ കണ്ടാലും കേട്ടാലും ഭയക്കരുത്. മനോധൈര്യത്തോടെ എല്ലാത്തിനെയും നേരിടുക. ഭയന്നാൽ പിന്നെ രക്ഷയില്ല. ചെകുത്താൻ ആ ഒരു നിമിഷത്തിനെ കാത്തിരിക്കുകയാണ്. ആ ശക്തിയെ നമുക്ക് എന്നേക്കുമായി ബന്ധിക്കണം. ആ വലിയ മുറിയിൽ ഇരുന്നു കൊണ്ട് തന്റെ അകക്കണ്ണാൽ അനുരാധയുടെ ഓരോ നീക്കങ്ങളും വസുന്ധര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവൾ ആ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ചെകുത്താന്റെ ചിരിയും പിറുപിറുക്കലും ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. അനുരാധ അനുരാധ അനുരാധയുടെ മനസ്സിന്റെ നിയന്ത്രണം അവൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. നിലാവെളിച്ചത്തിന് മങ്ങലേറ്റു. കരിഞ്ഞുണങ്ങിയ മരത്തിലെ ഇലകൾ കാറ്റിൽ ദൂരേക്ക് പറന്നു പൊങ്ങി. ആ മരത്തിന് താഴെയായി നിന്ന വൃദ്ധ ശ്മശാനത്തിലെ ഏറ്റവും ഉയർന്ന കല്ലറയ്ക്ക് മുകളിലേക്ക് കയറി നിന്നു. അനുരാധ ശ്മശാനത്തിലേക്ക് നടന്നടക്കുന്തോറും വൃദ്ധ ഉറക്കെ ചിരിച്ചു. ഇലകൾ പൊഴിഞ്ഞു തീർന്ന ആ ഉണങ്ങിയ മരച്ചില്ലയിലിരുന്ന രാപ്പുള്ളികൾ കൂവി അലച്ചു. പുറത്തെ ബഹളം കേട്ട് ശ്രീകാന്ത് ആകെ അസ്വസ്ഥനായി. വസുന്ധരയുടെ ഒറ്റ നോട്ടത്തിൽ അയാൾ ശാന്തനായി. മാന്ത്രികക്കളത്തിന് നടുവിലിരുന്ന നിലവിളക്കിലെ ദീപത്തിലേക്ക് മാത്രമായി അയാൾ തന്റെ ശ്രദ്ധ ചെലുത്തി. വസുന്ധര കൈനിറയെ ഭസ്മം വാരിയെടുത്ത് മുറിയുടെ ഒത്ത നടുവിലായി ഇരുമ്പ് ദണ്ടിൽ ബന്ധിച്ചിരുന്ന മാന്ത്രിക ചരടിലേക്ക് എറിഞ്ഞു. അതിന്റെ അങ്ങേയറ്റം ശ്മശാന ഭൂമിയിലെ ഒരു ശവക്കല്ലറയ്ക്ക് മുകളിലായി ബന്ധിച്ചിരുന്നു. കല്ലറയ്ക്ക് മുകളിൽ നിന്ന വൃദ്ധയുടെ ദീനരോദനങ്ങൾ ആ നിമിഷം ഉയർന്നു കേട്ടു.
അവരുടെ കറുത്ത രൂപം കനലെരിയുന്നത് പോലെ എരിഞ്ഞു തുടങ്ങി. ചാരമായി മാറിക്കൊണ്ടിരുന്ന ആ തിന്മയുടെ ശക്തിയെ മാന്ത്രിക ചരടിലൂടെ ആ മുറിയിലെത്തിക്കാൻ വസുന്ധരയ്ക്ക് സാധിച്ചു. അങ്ങനെ ചെകുത്താന്റെ അടിമയായ വൃദ്ധയുടെ ദുരാത്മാവിനെ മാന്ത്രിക ചരടിലെ ഓരോ കെട്ടുകളിലും ബന്ധിച്ച് വസുന്ധര ചെമ്പിൽ തീർത്ത ഒരു ചെറിയ പെട്ടിയിലടച്ചു. ഏറ്റവും ശക്തനായ ശക്തി ചെകുത്താൻ ഇനിയും ബാക്കി നിൽക്കുകയാണ്. ആരെയും ഭീതിയിലാഴ്ത്തുന്ന ചില ശബ്ദങ്ങൾ ആ സമയം പുറത്തു കേൾക്കാൻ തുടങ്ങി. ശ്മശാനത്തിലേക്ക് നടന്നെടുത്ത അനുരാധയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ശ്രീകാന്ത് വേവലാതി പൂണ്ടു. അനുരാധ ആകാശത്തേക്ക് നോക്കി. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചന്ദ്രൻ പാഞ്ഞു വരുന്ന മേഘങ്ങൾക്കിടയിൽ ഒളിക്കും. ചുറ്റുപാടും അന്ധകാരം നിറയും. ശ്മശാനത്തിൽ നിന്ന് ആ ഉണങ്ങിയ മരം വലിയ ശബ്ദത്തോടെ നിലത്തേക്ക് വീണു. ഒപ്പം തന്നെ ആ ഭൂമിയിലെ ഉയർന്നു നിന്ന കല്ലറയ്ക്ക് ചുറ്റിനും ഒരു വിള്ളലേറ്റു. വിണ്ടു കീറിയ കല്ലറയ്ക്കുള്ളിൽ നിന്ന് കൂർത്ത നഖങ്ങളുള്ള 2 കൈകൾ പുറത്തേക്ക് നീണ്ടുവന്നു. ചന്ദ്രബിംബത്തിന് നേർക്കടുത്തുകൊണ്ടിരുന്ന കരിമേഘങ്ങളെ നോക്കി ചെകുത്താൻ വലിയ വായിൽ അട്ടഹസിച്ചു. വസുന്ധരാമയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമോ എന്ന് ശ്രീകാന്ത് ഭയപ്പെട്ടു. മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ ആ സമയം വസുന്ധര മാന്ത്രിക ക്രിയകളിൽ മുഴുകി. അവരുടെ കൈകൾ ദ്രുതഗതിയിൽ വായുവിൽ ചലിച്ചു തുടങ്ങി. കൈകൊണ്ടുള്ള ആ അടയാള ഭാഷ വേഗത്തിലായപ്പോൾ താൻ നേടിയെടുത്ത ശക്തി കുറയുന്നതുപോലെ ചെകുത്താൻ അനുഭവപ്പെട്ടു. ഒരിക്കലും പുറത്തു കടക്കാനാവാത്ത വിധം വീണ്ടും തന്നെ ബന്ധിക്കുവാൻ ആരോ കരുക്കൾ നീക്കുന്നുവെന്ന് ചെകുത്താൻ അപ്പോൾ മനസ്സിലായി. ആ നീക്കത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഉടൻ ബലി നടന്നേ മതിയാകും. അനുരാധയ്ക്കരികിലേക്ക് അലറിക്കൊണ്ട് പാഞ്ഞെടുത്ത ചെകുത്താന് തന്റെ ചുറ്റിനും ഒരു കാന്തിക വലയം സൃഷ്ടിക്കപ്പെടുന്നതായി തോന്നി. ആ കാന്തിക വലയത്തിന്റെ ആകർഷണത്തിൽ അകപ്പെട്ട് ചെകുത്താൻ തൊട്ടടുത്ത നിമിഷം തന്നെ വസുന്ധര മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരുന്ന മുറിയിലേക്ക് എടുത്തെറിയപ്പെട്ടു. അടുത്ത നിമിഷം ഒരലർച്ചയോടെ പെട്ടെന്ന് മാന്ത്രികളത്തിന് മുന്നിലായി ഒരു കറുത്ത നിഴൽരൂപം പ്രത്യക്ഷപ്പെട്ടു. അങ്ങേയറ്റം ഭയാനകവും വികൃതവുമായ ആ നിഴൽരൂപത്തെ കണ്ട് ശ്രീകാന്ത് അറിയാതെ കണ്ണുപൊത്തിപ്പോയി. അലറിപ്പാഞ്ഞു വന്ന ആ വികൃത രൂപത്തെ ആവാഹന ക്രിയകളാൽ വസുന്ധര ഒരു തടി പ്രതിമയിലേക്ക് ആവാഹിച്ചു കയറ്റി. ശേഷം ആ പ്രതിമ തന്റെ മുന്നിലെ ഹോമകുണ്ഡത്തിലെ അഗ്നിക്കിരയാക്കി. ആകാശത്തെ ചന്ദ്രകല മേഘങ്ങൾക്കിടയിൽ മറയുന്നതിന് മുമ്പ് തന്നെ ചെകുത്താനെ ബന്ധിച്ച് അഗ്നിക്കിരയാക്കാൻ വസുന്ധരയ്ക്ക് സാധിച്ചു. ചെകുത്താനെ ബന്ധിച്ച ആ നിമിഷം തന്നെ അനുരാധയ്ക്ക് തന്റെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അവൾ വേഗത്തിൽ ശ്മശാന ഭൂമിയിൽ നിന്ന് മാന്ത്രികക്കളത്തിന് മുന്നിലെത്തി. വസുന്ധരയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. ഇനി ഭയപ്പെടാൻ ഒന്നുമില്ല. ചെകുത്താന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല. വസുന്ധരയുടെ വാക്കുകൾ കേട്ട അനുരാധയുടെയും ശ്രീകാന്തിന്റെയും മുഖത്ത് സന്തോഷവും സമാധാനവും നിറഞ്ഞു. വൃദ്ധയുടെ ദുരാത്മാവിനെ ബന്ധിച്ചടച്ച ചെറിയ ചെമ്പുപെട്ടി വസുന്ധര ആ വലിയ മുറിയുടെ തറയിൽ ആഴത്തിലുള്ള ഒരു കുഴിയെടുത്ത് അതിലേക്കിട്ടു. ചെകുത്താനില്ലാതെ ഈ ദുരാത്മാവിന് ഇനി നിലനിൽക്കാനാവില്ല. അതുകൊണ്ട് ഈ ശക്തിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. മാന്ത്രിക്രിയകൾ അവസാനിപ്പിച്ച് വസുന്ധര മുറി വിട്ട് പുറത്തേക്കിറങ്ങി. ഈ ചെകുത്താനെ ബന്ധിക്കാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ചെകുത്താനെ ഇല്ലാതാക്കാനുള്ള കഴിവ് എനിക്കില്ല. അടക്കാനാവാത്ത ക്രോധമായും കാമമായും ആർത്തിയായും പുറത്തു ചാടുന്ന നിങ്ങളുടെ ഉള്ളിലെ ചെകുത്താനെ നിങ്ങൾക്ക് മാത്രമേ ബന്ധിക്കാൻ കഴിയുകയുള്ളൂ. വസുന്ധരയുടെ വാക്കുകളിലെ പൊരുൾ ശ്രീകാന്ത് നന്നായി തന്നെ മനസ്സിലാക്കിയിരുന്നു. അടുത്ത പകൽ ആ വീട് ഉപേക്ഷിച്ച് മൂവരും നാട്ടിലേക്കുള്ള ട്രെയിൻ പിടിച്ചു കഴിഞ്ഞിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. അതോടൊപ്പം തന്നെ ഈ കഥ ഇഷ്ടമായാൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ മറ്റൊരു കഥയുമായി വരുന്നത് വരേക്കും ബൈ.